നമുക്ക് ആരംഭിക്കാം. അഭിയന്റെ പിതാവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് ഈവനിങ് കമ്മ്യൂണിറ്റി നേതാക്കളെ, ആദരണീയ ഗുരുക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, നമസ്കാരം. നമ്മളുടെ ശബ്ദത്തെ ശക്തിയാക്കി മാറ്റാനുള്ള ഈ മഹത്തായ യാത്രയുടെ ആരംഭത്തിലാണ് നമ്മൾ ഇന്ന്. കേരള CBC വിദ്യാഭ്യാസ കമ്മീഷൻ നടപ്പിലാക്കുന്ന ലീഡർഷിപ്പ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യം തന്നെ ദൈവാനുഗ്രഹം തേടി നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി സിസ്റ്റർ മാജിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അനവരതം കൃപ ചൊരിയോ, അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാംബുധിയേ, അനുഗ്രഹപൂമഴ പൊഴിയോ, അനവരതം കൃപ ചൊരിയോ, തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ, അഖിലം തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ, അവികല ജീവൻ ഉറവിടമേ, അതുലതയാമയനേ, അവികല ജീവൻ ഉറവിടമേ, അതുലതയാമയനേ, അനുഗ്രഹപൂമഴ പൊഴിയോ, അനവരതം കൃപ ചൊരിയോ, അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാംബുധിയേ, അനുഗ്രഹപൂമഴ പൊഴിയോ. നന്ദി സിസ്റ്റർ മാജി. സിസ്റ്ററുടെ പ്രാർത്ഥന കാരണം നമുക്ക് ഈ സംരംഭം വിജയകരമാക്കാൻ ഊർജ്ജം നൽകിയിരിക്കുകയാണ്. ഇനി ഔദ്യോഗികമായി നമുക്ക് ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. കേരള CBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഞങ്ങളുടെ പ്രിയങ്കരനായ റവറൻഡ് ഫാദർ അഭിലാഷ് ഗ്രിഗറിയെ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അഭിവന്ദ്യ പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛ, മറ്റു വൈദികരെ, കമ്മീഷൻ സെക്രട്ടറിമാര്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മളൊരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു വലിയ സ്വപ്നം, ഒരു വലിയ ആശയം വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് ഇവിടെ രൂപാന്തരപ്പെടുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഈ വലിയ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നമ്മൾ മുൻപോട്ട് നീങ്ങണം. ഇന്ന് എല്ലാവരും ഇന്ന് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ശരിക്കും കിട്ടുന്നില്ല. എന്താ നടത്തില്ല, മഴയാണ്ടാണെന്ന് അറിയത്തില്ലേ. ഓക്കെ അത് ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് അച്ഛാ. ഞങ്ങൾക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്കിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ നമുക്ക് നോക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറിയ തുടക്കമാണ്, ആദ്യത്തെ കാൽവയ്പ്പാണ്. ഇന്നത്തെ ദിവസം സാധാരണ രീതിയിൽ നമ്മൾ സമയത്തിന് തുടങ്ങുന്നതല്ല. ഇന്ന് നമ്മൾ വളരെ കൃത്യസമയത്തിന് തന്നെ എല്ലാവരും എത്തി സമയത്തിന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇന്ന് മാത്രമല്ല, നമ്മൾ ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ആ വലിയ എത്തേണ്ടിടത്ത് യാത്ര പൂർത്തീകരിക്കുന്നത് വരെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അഭിവന്ദ്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് ഈ മീറ്റിൽ സന്നിഹിതനാണ്.
പിതാവ് ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചിട്ടാണ് ഞാൻ നിർബന്ധം പറഞ്ഞ് പിതാവിന് ഈ ഒരു മീറ്റിങ്ങിലേക്ക് ഞാൻ ക്ഷണിച്ചത്. പിതാവിന്റെ വലിയ തിരക്കുകൾക്കിടയിൽ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു മീറ്റിങ്ങിലേക്ക് പിതാവ് വന്നത് കേരള ലത്തീൻ കത്തോലിക്കരുടെ വിദ്യാഭ്യാസത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം നൽകണമെന്നും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സാമുദായിക മുന്നേറ്റം സാധ്യമാകുകയുള്ളൂ എന്നുള്ള ദർശനം പിതാവിനുണ്ട്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഉന്നതമായ ദർശനം സൂക്ഷിക്കുന്ന കൊല്ലം രൂപതയുടെ അഭിവന്ദ്യമെത്രാനും KRLCBCയുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യ പോൾ ആൻമുല്ലശ്ശേരി പിതാവിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായിട്ട് സ്വാഗതം അർപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനാണ്. ഈ ഒരു ചിന്ത യാഥാർത്ഥ്യമാക്കുന്നത് അച്ഛൻ്റെ പ്രവർത്തനങ്ങളാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ്റെ വലിയ തിരക്കുകൾക്കിടയിലും അച്ഛൻ ഈ സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി ഇതെല്ലാം ക്രമീകരിച്ചു തന്നു. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികർക്കും സന്യസ്തർക്കും കമ്മീഷന്റെ സെക്രട്ടറിമാർക്കും ഇതിലേക്ക് സർവോപരി ഒത്തിരി താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി അച്ഛാ, അങ്ങയുടെ വാക്കുകൾ ഈ പ്രോഗ്രാമിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. നമ്മുടെ ഈ സംരംഭത്തിന് ആശയപരവും ആത്മീയവുമായ പിന്തുണ നൽകുന്നത് ബഹുമാനപ്പെട്ട ചെയർമാൻ പിതാവ് തന്നെയാണ്. അനേകായിരം പേർക്ക് വെളിച്ചം പകർന്ന അങ്ങയുടെ സാന്നിധ്യവും വാക്കുകളും ഈ പരിശീലന പരിപാടിക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. അഭിവന്ദ്യ പിതാവ് പോൾ മുല്ലശ്ശേരി കൊല്ലം രൂപതയുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിന് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനും ഈ പബ്ലിക് സ്പീക്കിംഗ് ലീഡർഷിപ്പ് പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി വിനയത്തോടെ ക്ഷണിക്കുന്നു. പിതാവിന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. പിതാവ് ഫോണിൽ നിന്നാണ് കയറിയിരിക്കുന്നതെന്ന് തോന്നുന്നു. മൈക്ക് ഓൺ ചെയ്യണം. പിതാവിന്റെ മൈക്ക് ഓൺ ചെയ്യണം. ഇപ്പൊ കേൾക്കാമല്ലോ. കേൾക്കാം. ബഹുമാനപ്പെട്ട കമ്മീഷൻ സെക്രട്ടറി ഫാദർ അഭിലാഷ് ഗ്രിഗറി, ഓരോ രൂപതയിലെയും എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറിമാരെ, ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആത്മായ പ്രതിനിധികളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഭയുടെ ഏറ്റവും ഗൗരവമേറിയ കടമയാണ് അറിവ് പകരുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുക എന്നത്. രണ്ടാം വത്തിക്കാൻ സുനോസ് ആ രീതിയിലാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിഷണറിമാരൊക്കെയും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അറിവും വിദ്യാഭ്യാസവും നൽകുവാൻ പരിശ്രമിച്ചു. അതിൻ്റെ തെളിവാണ് കേരളത്തിലെ മിഷണറിമാരുടെ യജ്ഞങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ. എങ്കിലും നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ അതിൻ്റെ പരിപൂർണമായ ഫലം അനുഭവിക്കാതെ പോകുന്നു എന്ന് കൂടെ കാണുന്നുണ്ട്. പലപ്പോഴും അതിനുള്ള തടസ്സങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതും ആശയവിനിമയം ചെയ്യുന്ന കാര്യങ്ങളിലുമുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർ വളരെ മര്യാദയും ഔപചാരികതയോടുകൂടിയൊക്കെ പലതും അവതരിപ്പിക്കുമ്പോൾ, വ്യക്തമായി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഭാഷാ വ്യുൽപ്പത്തി ഉണ്ടെങ്കിൽ പോലും അത്രയും രീതിയിൽ നിന്ന് പറയുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഒരു പരിശീലനം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നൽകുക നമ്മുടെ ഒരു കടമയാണ്. വരും തലമുറയെ വാർത്തെടുക്കുക. പബ്ലിക് സ്പീക്കിംഗ് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ മേഖലകൾ ഒരു ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് പ്രീ പ്രൈമറി മുതൽ ഇപ്പോഴത്തെ NEP അനുസരിച്ച് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള തലങ്ങളിൽ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം പലപ്പോഴും വ്യക്തിപരമായ അനുഭവങ്ങളിൽ ഞാൻ കാണുക, ഇപ്പോഴും പഴയ രീതിയിലാണ് നമ്മുടെ സ്കൂളും കോളേജും അഡ്മിഷൻ എന്നുള്ള രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ കലാലയങ്ങളിലേക്കുള്ള വിദ്യാഭ്യാസ അഡ്മിഷനും അതുപോലെ ജോലിയുടെയൊക്കെ വരുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുകളുണ്ട്.
അത് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് വളരെയേറെ തടസ്സമുണ്ട്. നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെയുള്ള ചില പ്രസ്താവനകളും രീതികളും ഒക്കെ എത്രമാത്രം നമ്മളെ ഹർട്ട് ചെയ്യുന്ന വിധത്തിലാണ് ബന്ധപ്പെട്ട അധികാരികൾ കാണിക്കുന്നത് എന്ന്. എങ്കിലും നമ്മൾ നമ്മുടെ മിഷൻ, ദൗത്യം, കർത്താവ് ഗുരുവാണ്, ആ ഗുരുവായ കർത്താവിൻ്റെ ആചാര്യന്മാരാണ് അധ്യാപകർ. ആ അധ്യാപക ദൗത്യം ഓരോ കത്തോലിക്കനുമുണ്ട്. അതുകൊണ്ട് തന്നെ റോമൻ കത്തോലിക്കരായ നമ്മുടെ പ്രധാനപ്പെട്ട കടമ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളുടെ സമൂഹത്തെ പിടിച്ചുയർത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി പിന്നാക്കം പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ വിവിധ പരിശീലന പരിപാടികൾ, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയും ഈ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതികളിലൂടെ നമുക്ക് ബേസിക് എക്ലേസിയൽ കമ്മ്യൂണിറ്റി വഴി നമുക്ക് നടത്താൻ സാധിക്കണം. ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പലവിധ പ്രശ്നങ്ങൾ നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കൂട്ടത്തിൽ ഇതൊരു വലിയ സംരംഭമാണ്. കാരണം പബ്ലിക് സ്പീക്കിംഗ്, പബ്ലിക് റിലേഷൻസ് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഉള്ള വിദ്യാഭ്യാസം കൊണ്ട് തന്നെ സമൂഹത്തിൽ മുന്നേറുവാനും ഓൺടർപ്രണർഷിപ്പിലൂടെയൊക്കെ മുന്നേറാനൊക്കെ സാധിക്കും. കാരണം നമ്മുടെ ഒത്തിരി ആളുകൾ പലയിടങ്ങളിലും ചിതറിക്കപ്പെട്ട് മൈഗ്രൻസ് ആയിട്ടുമുണ്ട്. അവരുടെ അടുത്തൊക്കെ എത്തിച്ചേരത്തക്കവണ്ണം നമ്മുടെ ഓരോ ഇടവകയിലുമുള്ള ഏറ്റവും ചെറിയ ഗ്രൂപ്പ് മുതൽ വിദേശത്തുള്ള നമ്മുടെ ആളുകൾ വരെയും എത്തിച്ചേരത്തക്കവണ്ണം ഈ പരിശീലന പരിപാടി നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കണം. അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. സന്നദ്ധരായി വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ മുന്നേറുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവാനുഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാം. താങ്ക് യു. പിതാവിനെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അങ്ങയുടെ ആശീർവാദം ഞങ്ങളുടെ യാത്രയ്ക്ക് തീർച്ചയായും കരുത്താകും. ഇനി നമ്മുടെ പരിശീലന പരിപാടിയുടെ ആഴവും ഘടനയും എന്തായിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മുടെ ഭയം മാറ്റുന്നത്, സ്റ്റേജ് ഫ്രൈറ്റ്, എങ്ങനെയാണ് ലീഡർമാരെ ഇതിലൂടെ വാർത്തെടുക്കുന്നത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി 25 വർഷത്തെ അധ്യാപന പാരമ്പര്യമുള്ള റവറൻഡ് ഫാദർ ഗ്രിഗറിയെ ക്ഷണിക്കുകയാണ്. അഭിനന്ദ പോൾ മുല്ലശ്ശേരി പിതാവേ, അത്രയും ബഹുമാനപ്പെട്ട കമ്മീഷൻ സെക്രട്ടറി അൽഫിലാഷ് കിരുഗറിയച്ച, പ്രിയപ്പെട്ട ജെയ്സൺ, പ്രിയപ്പെട്ട വൈദിക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ആത്മായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ഈ പരിശീലന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് PPT പൂർണ്ണമായിട്ട് നൽകുന്നില്ല. ഇതിന്റെ നോട്ട്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. അതുകൊണ്ട് PPT ആയിട്ട് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ വ്യക്തമായിട്ട് PPT വഴി അവതരിപ്പിക്കുന്നതാണ്. ഞാനിപ്പോൾ അവധിയിൽ വീട്ടിലാണ്. അതുകൊണ്ട് ഉള്ള സൗകര്യങ്ങൾ ഇവിടെ കുറവായതുകൊണ്ടാണ്. പ്രധാനമായിട്ട് എന്താണ് ഇതുവഴി ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഒരു ആമുഖം പറയും. എന്നിട്ട് ആമുഖം പറഞ്ഞതിന് ശേഷം മൊഡ്യൂൾഡ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കും. അതിനുശേഷം ആദ്യത്തെ മൊഡ്യൂളിന്റെ ഒരു ഭാഗം അവതരിപ്പിക്കും. അതാണ് ഈ അരമണിക്കൂറുള്ള സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നേതൃത്വ പരിശീലനമാണ്. അപ്പൊ നേതൃത്വ പരിശീലനത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് എന്ന് പറയുന്നത് പ്രസംഗമാണ്. പ്രസംഗം എന്ന് പറയുമ്പോൾ ആശയ വിനിമയം നടത്തുവാനുള്ള ഒരു കഴിവാണ്. അപ്പൊ പ്രസംഗം പറയുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു കലയാണ്. അപ്പൊ ആ കല നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ നിരന്തരമുള്ള അഭ്യാസം ആവശ്യമാണ്. ആരും തന്നെ ജനിക്കുമ്പോൾ തന്നെ പ്രസംഗകരായി ജനിക്കുന്നില്ല. അവരുടെ ജീവിതത്തിന്റെ പ്രയാണത്തിൽ അത് സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു വാസ്തവത്തിൽ ഒരു സാഹസികമായ ഒരു സ്റ്റെപ്പാണ്. നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അവരെ സഹായിക്കുന്ന രീതിയിൽ വിവിധമായ അറിവ് കൊടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ്. അപ്പൊ ഈ ലക്ഷ്യം നമ്മൾ സാർത്ഥകമാക്കുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ടീമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പ്രധാനമായിട്ടും നമ്മൾ ഈ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം യേശു ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ പോയി പ്രഘോഷിക്കുവിൻ, പഠിപ്പിക്കുവിൻ. ഈ 2 കാര്യങ്ങളാണ്. അപ്പൊ ഒരു ക്രൈസ്തവന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പ്രഘോഷിക്കുവാനും പഠിപ്പിക്കുവാനും കഴിയുന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നേതൃത്വത്തിൽ കടന്നു വരാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു പരിശീലന കളരിയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ എങ്ങനെ ആശയവിനിമയം നടത്തി നമുക്ക് നമ്മുടെ നേതൃത്വ സ്ഥാനങ്ങൾ ഉറപ്പിക്കുവാൻ കഴിയും, നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അതിന് നമ്മൾ ചിന്തിച്ചപ്പോൾ ആദ്യം വേണ്ടത് നേതാവ് സംസാരിക്കുവാൻ കഴിവുള്ളവനാകണം, സംസാരിക്കുവാൻ പ്രാപ്തിയുള്ളവനായിട്ട് മാറണം. ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ തന്നെ അവസ്ഥകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാക്കള് പലപ്പോഴും മുന്നോട്ട് വരുമ്പോൾ സംസാരിക്കുവാൻ കഴിയുന്നില്ല, കാര്യങ്ങൾ
അടിസ്ഥാനപരമായി വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒരുപക്ഷെ ഈ പരിശീലനത്തിലൂടെ എല്ലാം മാറ്റാൻ കഴിയത്തില്ല. ചില ആളുകളെങ്കിലും കൈപിടിച്ച് ഈ ഒരു ഉദ്യമത്തിൽ സഹായിക്കാൻ പറ്റാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇന്ന് അമ്മ തെരേസയുടെ തിരുനാളൂടെയാണ്. അമ്മ തെരേസയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പഠന കളരി ആരംഭിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഇതിന്റെ മെത്തഡോളജി ഇതാണ്. നമ്മള് ഈ മാസം 24-ാം തീയതി വെള്ളിയാഴ്ചയാണ് എന്റെ ആദ്യത്തെ സെഷൻ. ഇതിപ്പം ഉദ്ഘാടനത്തിന് ആമുഖ സെഷനാണ്. ഫസ്റ്റ് മൊഡ്യൂളിന്റെ സെഷൻ പക്ക ആരംഭിക്കുന്നത്. 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. എല്ലാ വെള്ളിയാഴ്ചയും 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സെഷൻ. 7:30 മുതൽ 8 മണി വരെയും 8:30 വരെയും. അപ്പൊ 7:30 മുതൽ നമ്മള് കൂടുതൽ ഞാനും എന്നോടൊപ്പം 2 പേര് അടങ്ങുന്ന 3 പേര് ഒരു വിഷയം പ്രസന്റ് ചെയ്യും. അപ്പൊ വിഷയം പ്രസന്റ് ചെയ്തതിനു ശേഷം അടുത്ത ഹാഫ് ആൻ അവർ യു വിൽ ബി ഡിവൈഡഡ് ഒരു ഗ്രൂപ്പ്. അപ്പൊ ആ ഗ്രൂപ്പുകളിലായിരിക്കാം ഇന്ററാക്ഷൻ നടത്തേണ്ടത്. അപ്പൊ ആ ഗ്രൂപ്പുകളാണ് വാസ്തവത്തിൽ ഇതിനെ ആനിമേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമുക്കൊരു 10 പേരടങ്ങുന്ന ഒരു ആനിമേഷൻ ടീം ഓൾറെഡി ജെയ്സൺ രൂപീകരിച്ചു കഴിഞ്ഞു. അവരുടെ ഒരു മീറ്റിംഗ് ഇന്നലെ ഉണ്ടായി. അവരെല്ലാവരും വളരെ നിസ്വാർത്ഥമായ രീതിയിൽ ഇതിന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാവുന്ന വാക്ക് തന്നതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു 10 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അവരെല്ലാവരും നമ്മുടെ സമുദായത്തിൽപ്പെട്ട അഗ്രഗണ്യരായ നേതാക്കന്മാർ കൂടിയാണ്. അപ്പൊ അവര് രണ്ടാമത്തെ സെഷൻ കൈകാര്യം ചെയ്തുകൊണ്ട് ഗ്രൂപ്പിനെ സജ്ജമാക്കാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പൊ നമ്മള് അതങ്ങനെ തുടർന്ന് എല്ലാ വെള്ളിയാഴ്ചയും 7:30 മുതൽ 8:30 വരെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ക്രിസ്മസിന്റെ വീക്ക് വരുമ്പോൾ കൊണ്ടാകത്തില്ല. ജനുവരി 30 അവസാനത്തെ ദിവസമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു 18 ദിവസം നമുക്ക് കിട്ടും. 18 ദിവസം നമ്മൾ ഈ തുടർ പരിശീലനത്തിലൂടെ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു പ്രസംഗ പരിശീലനത്തെ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പൊ എനിക്ക് ആദ്യമേ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ന് കയറി ഇതിൽ ആരംഭിക്കുന്ന ആളുകൾ ദയവേത് തുടർച്ചയായിട്ട് പങ്കെടുക്കണം. ഇടയ്ക്ക് വിട്ടുപോകരുത്. നമുക്ക് അല്പം ത്യാഗം സഹിച്ച് 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ പൂർണ്ണമായിട്ട് പങ്കെടുത്താൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകൂ. അപ്പൊ അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആദ്യന്തം ഇതിൽ പങ്കുചേരണമെന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്. രണ്ടാമത് ഇതില് നമ്മൾ അവസാനം ഈ 18 സെഷന് പങ്കെടുത്ത് ഇതിൽ പൂർത്തീകരിക്കാവുന്നവർക്ക് നമുക്ക് അഭിനന്ദ പിതാവിന്റെയും KLCCയുടെ ചെയർമാനായ വക്കീച്ചക്കാലിന്റെ പിതാവിന്റെ ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റ് KLCCയുടെ നേതൃത്വത്തിൽ നൽകുന്നതാണ്. അപ്പൊ അതൊരു ഔപചാരികമായിട്ടുള്ള ഒരു സമാപന സമ്മേളനത്തിൽ നമ്മൾ നടത്തുന്നതാണ്. ഇതിന്റെ ഫോളോ അപ്പ് ആണ്. നമുക്ക് ഇത് ആദ്യത്തെ ലെവലാണ്. അപ്പൊ നമുക്കറിയാമല്ലോ, എല്ലാ കോഴ്സുകൾക്കും ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്നുള്ള രീതിയിലുണ്ട്. ഇപ്പൊ ഇത് ഒരു ഫസ്റ്റ് ലെവൽ കോഴ്സാണ്. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ തുടർ പരിപാടി എങ്ങനെ ആയിരിക്കണം, കൂടുതൽ ലീഡർഷിപ്പ് കേന്ദ്രീകരിച്ച് എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ലെവലിലേക്കുള്ള പരിശീലന പരിപാടിയിലേക്ക് കടക്കുന്നതാണ്. അപ്പൊ ആദ്യത്തെ പരിശീലന പരിപാടിയുടെ സാധ്യതകൾ വെച്ചുകൊണ്ട് നമുക്ക് അതിന്മേൽ ബിൽഡപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു മെത്തഡോളജി ആയിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും പ്രതികരിക്കാം, നിർദ്ദേശങ്ങൾ പറയാം, ഇതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. ഇനി ഇതിന്റെ മൊഡ്യൂൾഡ് ആയിട്ട് ഇപ്പോൾ ഞാനൊരു 7 മൊഡ്യൂൾഡ് ആണ് ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ രീതി എങ്ങനെയാണെന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ആദ്യത്തെ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷൻസ് ആണ്. എല്ലാത്തിന്റെയും അടിസ്ഥാനം, പ്രസംഗം എന്താണ്, പ്രസംഗത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുതയും നമ്മൾ ആരംഭിക്കുന്നതിന് വേണ്ടി അതിന്റെ ബേസിക്സ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം ബേസിക് എന്താണെന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കണം ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ അപ്പൊ ആദ്യത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും എന്താണ് പ്രസംഗം എന്നും എങ്ങനെയാണ് പ്രസംഗത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കേണ്ടതെന്നും അതെങ്ങനെയാണ് കാര്യക്ഷമമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചുള്ള ചില പൊതുവായ കാര്യങ്ങളായിരിക്കാം. അപ്പൊ എല്ലാത്തിന്റെയും ഒരു പൊതുവായ ദർശനമായിരിക്കാം ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് ഈ ആശയത്തെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പൊ ആശയ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസംഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശൈലി എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പൊ വോയിസ്, അതിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വോയിസ് മോഡുലേഷൻസ്. മ്യൂട്ട് ആക്കാൻ പറയുമോ? എല്ലാവരുടെയും മൈക്കൊന്ന് മ്യൂട്ട് ആക്കാൻ പറയുമോ? ഓക്കെ. അപ്പം നമ്മളെ വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? അപ്പൊ പ്രസംഗം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷന്റെ പലതരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിലേറ്റവും ശക്തമായ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒന്നാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്? ഇപ്പൊ കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രസംഗ കമ്മ്യൂണിക്കേഷൻ. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ. രണ്ടാമത്, നമ്മൾ ഉപയോഗിക്കുന്ന ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ.
മൂന്നാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അപ്പൊ ഇത് മൂന്നിലൂടെയാണല്ലോ നമ്മളൊരു പ്രസംഗത്തില് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഭാഷയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമുണ്ടാകുക, നമ്മൾ ഓരോ വാക്യങ്ങൾക്കും അനുസൃതമായ ആംഗ്യങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന ഭാവവ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ പറയുന്നതിന്റെ ശോകാത്മകതയും അതിന്റെ ഹാസ്യാത്മകതയും അതിന്റെ ഭാവവ്യത്യാസങ്ങളിലൂടെയാണ് ആശയം കൂടുതൽ സ്ഥിരീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നുള്ളതായിരിക്കാം നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ കൂടുതൽ ചിന്തിക്കുന്നത്. ഇപ്പൊ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പം അതിന്റെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് എങ്ങനെ നമുക്ക് ഒരു പ്രസംഗത്തെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് അതിനെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഭവനം ബിൽഡ് ചെയ്യുന്നത് പോലെ ഏറെ പ്രയാസമായ കാര്യമാണ് ഒരു പ്രസംഗം രൂപീകരിക്കുക എന്നുള്ളത്. നമ്മളൊരു പ്രസംഗം അത് എഴുതുകയോ അല്ലെങ്കിൽ മനസ്സിൽ കാണുകയോ ചെയ്ത് നമ്മൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ അതിലുണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്താണ്, എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്, ഏതെല്ലാം കാര്യങ്ങൾ വെച്ചാണ് കൺസ്ട്രക്ഷൻ നടത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പ്രധാനമായിട്ടും ആരംഭം എന്തായിരിക്കണം, അതിന്റെ ബോഡി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യപ്പെടേണ്ടത്, പ്രധാനപ്പെട്ട ആശയങ്ങളുടെ ആനുപാതകത്തില് ഉപ ആശയങ്ങൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത്, അവ എങ്ങനെയാണ് ക്രോഡീകരിക്കപ്പെടേണ്ടത്, അവ ക്രോഡീകരിച്ചിട്ട് അതെങ്ങനെയാണ് സമാപിപ്പിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഓരോ ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഗ്രീറ്റ് ചെയ്യുന്നതും പ്രധാനപ്പെട്ടതാണ്. കാരണം ഓരോ സാഹചര്യം അനുസരിച്ച് ഗ്രീറ്റിംഗ് പ്രധാനപ്പെട്ടതാണ്. ആ സാഹചര്യം അനുസരിച്ച് ഗ്രീറ്റ് ചെയ്യണം. അതും പ്രസംഗത്തിന്റെ പരിശീലനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അഭിസംബോധന, ആമുഖം, അതിന് കഴിഞ്ഞിട്ട് അതിന്റെ ബോഡി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളുടെ ക്രമീകരണം, ആശയങ്ങളെ ഉപ ആശയങ്ങളായിട്ട് ക്രമീകരിക്കുന്നത്, അവയെ ക്രോഡീകരിച്ച് പറയുന്നത്, അവയെ അനുകൂലമായ രീതിയിൽ സമാപനത്തിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ ആ പ്രസംഗത്തിന്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ഒരു പ്രസംഗം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിവിധ മാധ്യമങ്ങളെയോ വിവിധ പുസ്തകങ്ങളെയോ ഒക്കെ അവലംബിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ മൂന്നാമത്തെ നമ്മുടെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമുക്കുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രസംഗം അവതരിപ്പിക്കുമ്പോൾ ഒരു ഭയമാണ്. അപ്പൊ ഈ ഒരു ഭയം നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഓൾ ഓഫ് എ സഡൻ ഒരു പ്രഭാതത്തിൽ ഈ ഭയമൊന്നും അകറ്റാൻ പറ്റത്തില്ല. ഭയം എന്ന് പറയുന്നത് ഇല്ലാതാക്കുന്നത് പരിചയത്തിലൂടെയും കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഭയത്തെ അതിജീവിക്കുവാൻ കഴിയും, എങ്ങനെ നമുക്ക് ഒരു ആത്മീയമായും അതുപോലെ തന്നെ ഭൗതികമായും നമ്മുടെ ഇടം ഉറപ്പിക്കുവാൻ കഴിയും. എൻ്റെ ഇടം ഉറപ്പിക്കപ്പെട്ടാൽ മാത്രമേ എൻ്റെ വാക്കുകൾ അതിൻ്റെ ആവശ്യാനുസരണം പുറത്തു വരികയുള്ളൂ. ഞാൻ ഇരിക്കുന്ന ഇടത്തില് അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചഞ്ചലനാകുമ്പോൾ ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കോൺഫിഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഫിഡൻസ് എന്നെ ഒരു സ്ഥായിയായ അവസ്ഥയിൽ ഇരുത്തി കഴിയുമ്പോൾ എനിക്ക് എന്നെ തന്നെ അവതരിപ്പിക്കുന്നതിന് കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ആ ഭയം മാറ്റാമെന്നതിനെ കുറിച്ചുള്ള ഒരു സെഷനായിരിക്കും നമ്മൾ നാലാമത്തെ മൊഡ്യൂളിൽ ചിന്തിക്കുന്നത്. പ്രധാനമായിട്ടും അതിനെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ആനിമേഷൻ ഗ്രൂപ്പിൽ നടക്കുന്നത്. അപ്പൊ കൂടുതൽ ഭയത്തെ ത്രാഷ് ഔട്ട് ചെയ്യുന്നതിനും കൂടുതൽ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നതിനും ഈ ഗ്രൂപ്പ് പ്രോസസ്സ് നമ്മെ സഹായിക്കും. അവിടെ സ്വതന്ത്രമായിട്ട് പറയാനും തിരുത്തലുകൾ സ്വീകരിക്കുവാനും നമ്മുടെ കുറവുകൾ കേട്ടുകൊണ്ട് അതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്റ്റഡീസ് സെക്ഷന്റെ രണ്ടാമത്തെ സെഷൻ കൂടുതൽ ഈ ഭയത്തെ അതിജീവിക്കുന്നതിനുള്ള ഒരു സഹായകമായ സാഹചര്യം ഒരുക്കും. എന്നിരുന്നാലും എന്തൊക്കെയാണ് ഈ സഭാകമ്പം അകറ്റുന്നുള്ള പ്രിൻസിപ്പിൾസ്, എങ്ങനെയാണ് നമ്മൾ സഭാകമ്പം അകറ്റിയിട്ട് ഓഡിയൻസിനെ കൂടുതൽ കോൺഫിഡൻസോടുകൂടി അഭിമുഖീകരിക്കുന്നത്, ഇവ കാര്യങ്ങളായിരിക്കാം നമ്മൾ പ്രധാനമായിട്ട് നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂളിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് മാതൃകൾ ധാരാളമുണ്ട്, പ്രസംഗത്തിന്റെ മാതൃകകൾ ധാരാളമുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ചരിത്രപ്രസിദ്ധമായ മോഡലാണ് മാർക്ക് ആന്റണിയുടെ. അദ്ദേഹം ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ എന്ന് പറഞ്ഞുകൊണ്ട് റോമ സാമ്രാജ്യത്തിലെ ഉന്നതരായ ആളുകളെ അഭിസംബോധന ചെയ്യുക വഴി അദ്ദേഹത്തിന് അതിന്റെ ഫലമായിട്ടുണ്ടായ ജനങ്ങളുടെ സ്വീകാര്യതയും അതിന് കൂടെ നിന്ന് ബ്രൂട്ടസിനെതിരായിട്ട് ജനങ്ങളെ തിരിച്ചിടുവാൻ കഴിഞ്ഞതുമൊക്കെ വളരെ ചരിത്രപ്രസിദ്ധമായ സംഭവമാണ്. അതല്ലെങ്കിൽ നമ്മുടെ നെഹ്റുവിന്റെ പ്രസംഗം എടുത്തു കഴിഞ്ഞാൽ, നെഹ്റുവിന്റെ പ്രസംഗം നമുക്കറിയാവുന്നതുപോലെ സൂര്യന്റെ
ശോഭയോടുകൂടിയാണ് മഹാത്മാഗാന്ധിയുടെ മരണത്തെ അദ്ദേഹം ഉപമിക്കുന്നത്. അപ്പൊ ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ദ വേ, ദ ലൈറ്റ് വാസ് നോട്ട് ആൻ ഓർഡിനറി വേ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വളരെ പ്രശസ്തമായ നെഹ്റുവിന്റെ പ്രസംഗം. അതല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായി നാം കേട്ടിരിക്കുന്ന നമ്മുടെ മാർട്ടിൻ ലൂതർ ജൂനിയറിന്റെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പ്രസംഗം. ഇങ്ങനെ ചരിത്രത്തിൽ ഒത്തിരിയധികം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പ്രഗത്ഭമായ പ്രസംഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചില മോഡലുകളൊന്ന് പരിചയപ്പെടുകയാണ്. ആ ചില മോഡലുകൾ പരിചയപ്പെടുമ്പോൾ എങ്ങനെയാണ് ഈ മോഡലുകൾ രൂപപ്പെട്ടത്, അതിന്റെ കോണ്ടസ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് അത് ചരിത്രപരമായ വസ്തുതകളായിട്ട് മാറാൻ സഹായിച്ചതിനെ കുറിച്ചുള്ള ചില ചിന്തകൾ നമ്മൾ അതുമായി പങ്കുവയ്ക്കുന്നു. അപ്പൊ ആ ഒരു മോഡൽസ് പരിചയപ്പെടുമ്പോൾ നമുക്ക് ആ മോഡലിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്കും നമ്മുടേതായ രീതിയിൽ പ്രസംഗങ്ങൾ രൂപപ്പെടുത്തുവാനും പ്രസംഗങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് നമുക്കത് ചെയ്യുവാനും കഴിയും. അവിടെ എനിക്ക് വയ്ക്കുവാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങള് പൂനെയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പരിശീലിപ്പിച്ച അച്ഛൻ ഞങ്ങളെ നിർബന്ധപൂർവ്വം ചില പ്രസംഗങ്ങൾ കാണാതെ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ വിശ്വപ്രസിദ്ധമായ ചില പ്രസംഗങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആശയങ്ങള് വാക്കുകളൊക്കെ രൂപപ്പെടുകയും അത് നമുക്ക് സ്വായത്തമായിട്ട് പറയാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രസംഗത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കമ്പണന്റ് എന്ന് പറയുന്നത് ചില ഫേമസ് ആയ പ്രസംഗങ്ങൾ കാണാതെ പഠിക്കുക തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചില പ്രസംഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. ചില പ്രസംഗങ്ങൾ നിങ്ങളെടുത്ത് കുറച്ച് പൂർണ്ണമായും പ്രസംഗം ഒരുപക്ഷെ പഠിക്കാൻ പറ്റത്തില്ലായിരിക്കാം, ചെറിയ ഭാഗമെങ്കിലും കാണാതെ പഠിച്ചുകൊണ്ട് അതിനെ ഒന്ന് പറയാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ പദസമ്പത്ത് സ്വന്തമാക്കുന്നതിന് കഴിയുന്നു. അത് സൗകര്യപൂർവ്വം ആവശ്യാനുസരണം ആശയങ്ങളിലൂടെ അവതരിപ്പിക്കുവാൻ കഴിയുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഈ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് പ്രസംഗത്തിന്റെ ശൈലിയിൽ വളരെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഒരുപക്ഷെ പ്രസംഗങ്ങൾ മാത്രമല്ലായിരിക്കാം, ചില ഗ്രാമറും ആശയങ്ങളും വാക്കൊക്കെ ഒത്തിണങ്ങിയ ചില പാസേജസ് കാണാതെ പഠിച്ചാലും നമുക്ക് നല്ല പ്രസംഗകരാകാൻ കഴിയും. ഇപ്പോൾ ആനുകാലികമായ എഴുത്തുകളിൽ നിന്നോ അല്ലെങ്കിൽ വളരെ പ്രഗത്ഭരായ എഴുത്തുകാരിൽ നിന്നോ ചില ലേഖനങ്ങളുടെ ഭാഗങ്ങൾ ഒന്ന് കാണാതെ പഠിക്കുകയാണെങ്കിൽ ആ ഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അതിലുള്ള പദസമ്പത്തും വാക്യഘടനയും ഒക്കെ മനസ്സിൽ രൂപപ്പെടുകയും അത് നമുക്ക് നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് സന്ദർഭോചിതമായിട്ട് ഉപയോഗിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്തുമാത്രം നമുക്ക് പ്രസംഗം പഠിക്കുവാൻ കഴിയുമോ, എന്തുമാത്രം നമുക്ക് പ്രസംഗം കാണാതെങ്കിലും പഠിച്ച് വാക്കുകളുടെ ആ സമൃദ്ധി രൂപപ്പെടുത്തുവാൻ കഴിയുമോ, അതനുസരിച്ചാണ് നമ്മുടെ പ്രസംഗം വിജയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് നമ്മൾ എല്ലാവരും അതിനോടൊപ്പം സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയും. 6ാമത്തെ സെഷനായിട്ട് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും എങ്ങനെ പ്രസംഗം ആകർഷകമാക്കി മാറ്റാമെന്നതിനെ കുറിച്ചാണ്. നമുക്ക് അറിയാവുന്ന പ്രസംഗം ആകർഷകമാക്കി മാറ്റുവാൻ വേണ്ടി ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. കഥകളുടെ അവതരണം, കാവ്യ ഭംഗിയിലൂടെ കവിതകളുടെ അവതരണം, ചില അനക്ഡോട്ട്സുകളുടെ അവതരണം, അതുമല്ലെങ്കിൽ ചില പ്രശസ്തരായ വ്യക്തികളുടെ ചില വാക്യങ്ങളുടെ അവതരണം. ഇങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചേരുവകൾ ചേർത്തുകൊണ്ട് പ്രസംഗത്തെ എങ്ങനെ ആകർഷകമാക്കി മാറ്റാൻ കഴിയും. അത് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മേൽ ശ്രദ്ധ ആളുകൾക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എങ്ങനെ തുടങ്ങുന്നതിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വെൽ ബിഗാൻ ഈസ് ഹാഫ് ഡൺ എന്നാണല്ലോ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ പ്രസംഗം ആരംഭിക്കുവാൻ കഴിയും, അങ്ങനെ ചില പ്രശസ്തരായ വ്യക്തികൾ എങ്ങനെയാണ് പ്രസംഗം ആരംഭിച്ചിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ പ്രസംഗത്തെ ആകർഷകമാക്കി മാറ്റാൻ കഴിയും, അതിനു വേണ്ടിയുള്ള ചേരുവകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ 6ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 7ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് ലീഡർഷിപ്പിലേക്ക് വരാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നേതൃത്വ ഭാഷയും എന്നുള്ളതാണ്. അപ്പൊ ഇത് ആത്യന്തികമായിട്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് നമുക്ക് നേതൃത്വ ലെവലിലേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിനെ സഹായിക്കുന്ന ഭാഷ എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും, ശൈലികൾ എങ്ങനെ രൂപപ്പെടുത്തുവാൻ കഴിയും, വിവിധ സംഘടനാപരമായ കാര്യങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുവാൻ കഴിയും. അങ്ങനെ നേതൃത്വ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് ലാംഗ്വേജ് ഓഫ് ദിസ് ലീഡർഷിപ്പ് എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ അവസാനത്തെ ഭാഗമായിട്ട് 7ാമത്തെ മൊഡ്യൂളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഇത് ഇങ്ങനെ 7 മൊഡ്യൂളായിട്ട് പറഞ്ഞെങ്കിൽ തന്നെ 18 സെഷനാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ മൊഡ്യൂളും ഒരു പക്ഷേ 2 മുതൽ 3 വരെ ക്ലാസ്സുകൾ നീളുന്നതായിരിക്കും. നമുക്ക് ആ പാട് അരമണിക്കൂർ സെഷനാണ് അവതരണം ഉള്ളത്. അപ്പൊ ഈ അരമണിക്കൂറിലെല്ലാം നമുക്ക് അവതരിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷെ ചില കാര്യങ്ങൾ അനുബന്ധമായിട്ട് നിങ്ങളും ഇതിനോടൊപ്പം വർക്ക് ചെയ്താൽ മാത്രം ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ കഴിയണമെന്നുള്ള ഒരു അവാച്യമായ ആഗ്രഹം ഉണ്ടാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലെത്തുകയുള്ളൂ. അപ്പൊ അല്ലാതെ ഇവിടെ കേട്ടുന്നത് കിട്ടിക്കൊണ്ട് നമുക്ക് പ്രസംഗകരായിട്ട് മാറാന്ന് പറഞ്ഞാൽ മിഥ്യാധാരണയാണ്. അപ്പൊ ഇത്
എന്തുമാത്രം നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുവോ കോപ്പറേറ്റ് ചെയ്യുന്നുവോ അതനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഒരർത്ഥത്തിൽ പ്രസംഗകരായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മൊഡ്യൂൾഡ് ഒരു സഹായം മാത്രമാണ്. മൊഡ്യൂൾഡ് യാഥാർത്ഥ്യമാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്നത്തിലൂടെയാണ്. അപ്പൊ ഇതുവഴി എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് ചോദിച്ചാൽ ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്തുക എന്നതാണ്. അപ്പൊ നമ്മള് ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓരോ സമൂഹത്തെ, ചെറിയ ഗ്രൂപ്പായിരുന്നാലും വലിയ ഗ്രൂപ്പായിരുന്നാലും, നമ്മൾ ചെറിയൊരു ഗ്രൂപ്പിൽ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവർക്ക് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അവർക്ക് വയലേഷമല്ലേ നമ്മുടെ വിശ്വാസപരമായിട്ടുള്ളതും നമ്മുടെ സമുദായപരമായിട്ടുള്ളതുമായ ആശയങ്ങൾ എങ്ങനെ കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതാണ് നമ്മുടെ ഒരു സ്വപ്നം. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ഈ അർത്ഥത്തിൽ ട്രെയിലേഴ്സ് ട്രെയിനിയാണ്. നിങ്ങൾ ഇനി ഇവഞ്ച്വലായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ രൂപപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കായിരുന്നാലും യുവതീവാക്കൾക്കായിരുന്നാലും മറ്റ് ലെവലുള്ള ആളുകൾക്കായിരുന്നാലും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഈ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ കോൺഫിഡൻസ് ഉള്ളവരാക്കി മാറ്റണം. ഞാൻ ഓർക്കുന്നത് SNDP-ക്കാര് ആദ്യമായിട്ട് അവരുടെ പരിപാടി ആരംഭിക്കുമ്പോൾ കുമാരനാശാൻ എന്ന് പറയുന്ന മഹാവ്യക്തിയും അപ്പുവും ഒക്കെ അവര് ചെയ്തത്, ആദ്യം അവർ പറഞ്ഞത് നമ്മുടെ ആളുകളെ നേരെ നിന്ന് സംസാരിക്കുവാൻ പഠിപ്പിക്കണം, ഉച്ചാരണ ശക്തി പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഉച്ചരിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അമേരിക്കയിൽ പോവുകയോ ഇംഗ്ലണ്ടിൽ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് പറയും, പക്ഷെ ആർക്കും മനസ്സിലാകത്തില്ല. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഉച്ചാരണമാണ്. അപ്പൊ ഉച്ചാരണ ശക്തിയും ഉച്ചാരണ രീതിയും ഉച്ചാരണ ശൈലിയും ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന വ്യക്തതയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസംഗകരായിട്ട് മാറണമെങ്കിൽ നമ്മളും നല്ല രീതിയിൽ ഉച്ചരിച്ച് വ്യക്തമായിട്ട് ആകർഷകമായ രീതിയിൽ പറയുന്നവരായിട്ട് മാറണം. പറയുന്നവർക്കാണ് സ്ഥാനമുള്ളത്. കേൾക്കുന്നവര് വെറും എപ്പോഴും പാസീവ് ഏജൻസ് ആണ്. പറയുന്നവരാണ് ആക്റ്റീവായിട്ടുള്ള മാറുന്നത്. പറയുന്നവനാണ് കർത്താവ്, അവനാണ് പ്രവർത്തിക്കുന്നവൻ. കർമ്മമായിട്ട് നമ്മൾ മാറാൻ പാടില്ല. പ്രവർത്തിയുടെ ഫലം അനുഭവിച്ചിരുന്നാൽ പോരാ. നമ്മളെല്ലാവരും കർത്താക്കളായിട്ട് മാറണം, പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം. അതാണ് പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് നമ്മൾ എല്ലാവരും സ്വന്തമായിട്ട് ഓഡിയൻസിന്റെ മുമ്പിൽ നിന്ന് വയലേഷം എന്നെ പറയുക, ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആശയങ്ങളെ തർക്കമില്ലാത്ത രീതിയിൽ ക്രമീകരിച്ച് പറയുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ആശയങ്ങൾ അവതരിപ്പിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എങ്ങനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും അതിന്റെ അനുബന്ധമായിട്ട് ഉണ്ടാകേണ്ടതായ കാര്യങ്ങളാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇതിലൂടെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. അപ്പം ഗ്രൂപ്പിൽ നടക്കുന്ന പ്രോസസ്സിൽ രണ്ടാമത് നമ്മൾ ലക്ഷ്യമാക്കുന്നതാണ് എങ്ങനെ നമുക്ക് ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആശയഗതികളുമുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരുടേതായ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അത് കോൺഫ്ലിക്റ്റിലേക്ക്, ഒരുപക്ഷെ കോൺട്രഡിക്ഷനിലേക്ക് പോകുന്നതിന് കാരണപ്പെട്ടതാണ്. പക്ഷെ അവിടെ ഏകോപനം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഏകോപിപ്പിച്ച് ആശയങ്ങൾ അവതരിപ്പിച്ച് കോർഡിനേഷൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് നമ്മൾ ലക്ഷ്യമാക്കുന്നു. മൂന്നാമത് വാചികവും അവാചികവുമായ ആശയവിനിമയ മാർഗങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കും. അപ്പൊ നമുക്ക് ആശയങ്ങളെ നല്ല രീതിയിൽ പറയണമെങ്കിൽ പദസമ്പത്ത് ആവശ്യമാണ്. പദസമ്പത്ത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് വായനശീലം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളുടെ അർത്ഥവും പല പദങ്ങൾക്കും അതിൻ്റെതായ വൈവിധ്യമായ അർത്ഥങ്ങളുണ്ട്, പ്രാദേശികമായ വകഭേദങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ പ്രദേശം, ഇപ്പം തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന ചില പദങ്ങൾ നമ്മൾ വടക്കോട്ട് ചെല്ലുമ്പോൾ അത് അത്രയും സ്വീകാര്യമായിട്ട് തീരണമെന്ന് നിർബന്ധമില്ല. മധ്യ കേരളത്തിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ അവിടെ സ്വീകാര്യമാകും, പക്ഷെ തെക്കോട്ട് ചെല്ലുമ്പോഴും അത് അത്രയും സ്വീകാര്യമായിട്ട് മാറത്തില്ല. ചില പദങ്ങളിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ബോധപൂർവം നമ്മുടെ പദസമ്പത്ത് കാലികമായിട്ടും കാലോചിതമായിട്ടും നവീകരിച്ച് പരിഷ്കരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ പരിശ്രമിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രസംഗങ്ങൾ അവതരിപ്പിച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൂടാതെ പ്രസംഗത്തിൽ അനുഭവപ്പെടുന്ന ഭയം ഉൾക്കൊണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആത്മവിശ്വാസത്തോടും സത്യസന്ധതയോടും കൂടി നല്ല ഒരു സംവിധാനത്തിലായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഹൃദയപൂർവ്വം വിശ്വസ്തയോടുകൂടി പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാപട്യം ഒഴിവാക്കിയിട്ട് എവിടെയാണ് നമ്മുടെ ക്രൈസ്തവികതയുടെ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് സുതാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കപടതകൾ മാറ്റിവെച്ചുകൊണ്ട് പ്രസംഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രസംഗത്തില് കൂടുതൽ കപടതകൾ കടന്നു വരുമായിരിക്കാം. അതല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ ഉണ്ടാകുന്ന കാപട്യമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അവസാനം വരെ വിശ്വസ്തതയിൽ നിന്നുകൊണ്ട്
വിശ്വസ്തയോടുകൂടി നമ്മുടെ പ്രസംഗം പറയാനും വിശ്വസ്തയുടെ അടിസ്ഥാനത്തിൽ ആശയവിനിമയം നടത്തുവാനും സത്യസന്ധമായിട്ട് സംസാരിക്കുവാനും പഠിക്കണം എന്നുള്ളത് അതിലൊരു ഭാഗമായിട്ട് നമ്മൾ കാണണം. ഇനി പ്രസംഗത്തിന് നമുക്ക് ഒരു കോമൺ ശൈലി എന്ന് പറയണില്ല. ഓരോരുത്തരും അവരുടേതായ ശൈലിയിലേക്ക് ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് പല പ്രസംഗങ്ങൾ കേൾക്കുന്നു. പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ ചില പദങ്ങൾ പിക്കൗട്ട് ചെയ്യുന്നു, ചില ശൈലികൾ അവലംബിക്കുന്നു. അങ്ങനെ അവലംബിച്ചിട്ട് നമ്മൾ നമ്മുടേതായ ഒരു ശൈലി രൂപപ്പെടുത്തണം. അത് നമ്മുടേതായ പ്രസംഗധാര ഇന്ന് ഞാൻ സെമിനാറിൽ നിന്ന് അച്ഛനായി കഴിഞ്ഞപ്പോൾ വെള്ളയമ്പലത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് മിക്കവാറും കിഴക്കേക്കോട്ടയിൽ അവിടെ പുത്തരിക്കണ്ട മൈതാനമുണ്ട്. അവിടെ മിക്കവാറും പല തരത്തിലുള്ള പ്രസംഗങ്ങൾ നടക്കാറുണ്ട്. അവിടെ പോയി മിക്കവാറും പ്രസംഗം കേൾക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഇ കെ നായനാറിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ നല്ല പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ട് അതിൽ നിന്നുകൊണ്ടാണ് എന്റേതായ ഒരു ശൈലി എനിക്ക് രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞത്. അപ്പൊ എത്രമാത്രം മെച്ചമാണ് മോശമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റേതെന്ന് പറയാൻ പറ്റുന്ന ഒരു ശൈലി ഞാൻ രൂപപ്പെടുത്തുന്നതിൽ എന്നെ സഹായിച്ചത് ഇപ്രകാരം വൈവിധ്യമാർന്ന പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടാണ്. അപ്പൊ അത് ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ട് അതിന്റെ ശൈലികൾ ചിലതൊക്കെ ഒന്ന് പിക്കപ്പ് ചെയ്യുക, അതിന്റെ പ്രസന്റേഷൻ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടാൽ മാത്രമേ നമുക്കും നമ്മുടേതായ ഒരു ശൈലി രൂപപ്പെടുത്താൻ കഴിയൂ. മാൻ ഈസ് ദ സ്റ്റൈൽ എന്ന് പറയാറ്. ഓരോ മനുഷ്യർക്കും അവരുടേതായ സ്റ്റൈലുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റൈല് നമ്മൾ നമ്മുടേതായിട്ട് രൂപീകരിക്കണം. എങ്കിലും മാത്രമേ യുണീക്നെസ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മുടേതായ യുണീക്നെസ് ആയ രീതിയിൽ പ്രസംഗം അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റൈല് നമ്മൾ ബിൽഡപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇത്രയുമാണ് പൊതുവായിട്ട് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഔട്ട്കം ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഔട്ട്കം ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണത്തിൻ്റെതായ ലക്ഷ്യമാണ്. ഇനി ഒരു ആമുഖമായിട്ട് ഞാൻ എന്താണ് പ്രസംഗം, അതിൽ വേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. എന്താണ് ഒരു പ്രസംഗം? ഒരു പ്രസംഗം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ആശയങ്ങൾ പങ്കിടുന്നതിനും വിവരങ്ങൾ കൈമാറുന്നതിനും അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്നതിനും പ്രേരണയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി പ്രേക്ഷകരോട് വായ്മൊഴിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഒന്നാമത് ആശയങ്ങളുടെ അവതരണം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശയങ്ങൾ ആവശ്യമാണ്. ആശയങ്ങളും വാസ്തവത്തിൽ കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കുന്ന ഒരു കാരണമായിട്ട് മാറും. കാഴ്ചപ്പാടുകളാണ് വീക്ഷണങ്ങൾ നൽകുന്നത്. ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ഉണ്ടാകുമ്പോഴാണ് മുന്നോട്ട് എങ്ങനെ പോകണമെന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നു. അപ്പൊ അതിന് ആശയങ്ങൾ ആവശ്യമാണ്. ആശയങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ആശയങ്ങളിലൂടെയാണ് ലോകത്തിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിന്നാമ്പുറ കഥകൾ പരിശോധിക്കുമ്പോൾ റൂസ്വെൽറ്റിന്റെയോ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ചിന്തകന്മാരുടെ സെക്യുലറിസ്റ്റ് ചിന്തകന്മാരുടെയൊക്കെ ചിന്തകൾ ഒത്തിരിയധികം ഫ്രഞ്ച് മണ്ണില് വേരോടുകയും അതിന്റെ ഫലമായിട്ട് അവിടെ ചിന്താഗതി മുഴുവൻ മാറ്റിമറിക്കുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ അതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങളാണ് മാറ്റിമറിക്കപ്പെടേണ്ടത്. ആശയങ്ങൾ മാറ്റിമറിക്കപ്പെടണമെങ്കിൽ ഇപ്പൊ ലത്തീൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പുരോഗതി ആവശ്യമാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് കാലാനുസൃതമായിട്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആശയങ്ങളെ കൈമാറ്റം ചെയ്യാൻ കഴിയണം. അപ്പൊ അത് പള്ളിപ്രസംഗം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടുന്ന വേദികള് ധാരാളമുണ്ട്. നമ്മുടെ BCCകളുണ്ട്, നമ്മുടെ സംഘടനകളുണ്ട്, നമ്മുടെ ചെറിയ സമ്മേളനങ്ങളുണ്ട്, കുടുംബ കൂട്ടായ്മകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാറ്റഗിസം വേദികളായിരിക്കും. ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് സഭയിലുണ്ട്. ഈ സംവിധാനങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാതെ ഒരു കുടുംബമായിട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനമായിട്ട് നടക്കുമ്പോൾ 10 പേരുണ്ടെങ്കിലും 10 പേരും സംസാരിച്ചുകൊണ്ട് ആ വേദിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് കഴിയണം. ഇന്ന് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള താല്പര്യമില്ല. കാരണം എല്ലാവരും മൊബൈലിൽ അഡിക്റ്റ് ആയിട്ട് കുനിഞ്ഞ് ഈ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സംസാരിക്കുവാനോ സംസാരിച്ച് മുന്നോട്ട് വന്ന് ആ വേദി പങ്കിടുവാനോ ഒന്നും ആർക്കും തന്നെ ഒരു താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇവിടെയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു അനിവാര്യത വരുന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമാക്കേണ്ടത് നമുക്ക് ആളുകളെ വേദികളിൽ സംസാരിപ്പിക്കുവാൻ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ആശയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ അത് ഒന്നാമത്തേത്. അപ്പം പ്രസംഗം എന്ന് പറയുന്നത് ആശയങ്ങളുടെ അവതരണമാണ്. രണ്ടാമത്തത് ആശയങ്ങളോടൊപ്പം നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കും. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡാറ്റാസ് ആണ്. ഡാറ്റാസ് എന്ന് പറയുന്നത് ചരിത്രപരമായ ഡാറ്റകളാകാം, ചരിത്രപരമായ ഡാറ്റകളോടൊപ്പം ശാസ്ത്രീയമായ വസ്തുതകളാകാം,
അതുമല്ലെങ്കിൽ നമുക്ക് ചരിത്രത്തിൽ പഠിച്ച കാര്യങ്ങളുടെ പുനരാവിഷ്കാരമായിരിക്കാം, ബൈബിളിലെ തന്നെ വാക്യങ്ങളാകാം. ഇതൊക്കെ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. അപ്പൊ എന്റെ ആശയം കാര്യക്ഷമമായ രീതിയിൽ എനിക്ക് അവതരിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ എനിക്ക് ഡാറ്റ ആവശ്യമാണ്. ഡാറ്റ ഉൾപ്പെടുത്തി ഞാൻ പറയുമ്പോഴാണ് അത് ആധികാരികമായിട്ട് മാറുന്നത്. ആധികാരികമാകുന്ന രീതിയിൽ ആശയത്തെ കൈമാറ്റം ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കുന്നത് എന്റെ ഡാറ്റകളുടെ കളക്ഷനാണ്. അപ്പൊ നമുക്ക് മാക്സിമം ഡാറ്റകൾ സ്വന്തമായിട്ട് അവൈലബിൾ ആക്കാൻ കഴിയണം. അപ്പൊ അതിന് ഈ പ്രസംഗിക്കുവാൻ താല്പര്യമുള്ളവർ അവരുടേതായ കളക്ഷൻസ് രൂപപ്പെടുത്തണം. കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡയറി കുറിപ്പുകളാകാം, ഫയലുകളാകാം, പ്രസംഗക്കുറിപ്പുകളാകാം. പ്രസംഗക്കുറിപ്പ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പിന്നെ പഠിപ്പിക്കാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ ആശയങ്ങളുടെ ഒരു കളക്ഷൻ, നമുക്ക് ഇപ്പോഴും എളുപ്പത്തിൽ ഡോക്ടർ ഗൂഗിളിനോട് ചോദിച്ചാൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കിട്ടും. പക്ഷെ അതിനെ കേൾക്കത്തില്ല. ഹലോ, കേൾക്കാം വയ്യ. മ്യൂട്ടായി പോയതാണ്. അന്ന് മഴയാണ്, അതുകൊണ്ട് നെറ്റ് പോയതാന്ന് തോന്നുന്നു. ഗ്രിഗറി അച്ഛാ കേക്കാവോ? അച്ഛന്റെ ചാർജ് തീർന്നു പോയി ഫോണിൽ. പറ്റിയതാ. നമുക്ക് വെയിറ്റ് ചെയ്യാം. കേൾക്കാം. ഓക്കെ, സോറി, കണക്ഷൻ പോയതാണ്. ഓക്കെ, can you hear? Yes, അച്ഛാ. കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പ്രസംഗം എന്താണെന്നതിനെ കുറിച്ച്. പ്രസംഗം എന്ന് പറയുമ്പോൾ ആശയങ്ങളുടെ സംവേദനമാണ്. ആശയങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ സംവേദനം ചെയ്യണമെങ്കിൽ ആവശ്യാനുസരണം ഡാറ്റകൾ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ആ ഡാറ്റകൾ സ്വാഭാവികമായിട്ടും ശാസ്ത്രീയമായിരിക്കാം, അതല്ലെങ്കിൽ ചരിത്രപരമായിരിക്കാം, അതുമല്ലെങ്കിൽ പല മേഖലകൾ നമ്മൾ സ്വരൂപിച്ചതായിരിക്കാം, അതിൽ നമ്മുടെ അനുഭവങ്ങൾ ഉൾപ്പെടുമായിരിക്കാം. ഈ പ്രധാനപ്പെട്ട ആശയ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അതിന് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും പറയാം. അപ്പൊ ആശയ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ, ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വരൂപിച്ചെടുത്ത നമ്മുടേതായ ആശയങ്ങളും അഭിപ്രായങ്ങളും അതിൽ ചേരുവ പോലെ പറഞ്ഞു പോകാം. അങ്ങനെ എല്ലാം കൂടെ ചേരുന്ന രീതിയിലുള്ള ഒരു ആശയ സമുഷ്ടമായ അവതരണമാണ് പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമമാണ് ഭാഷ. അപ്പൊ ഭാഷയാണ് ഈ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ ഒരു മാർഗം എന്ന് പറയുന്നത്. ഈ മാർഗം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആശയത്തെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, സംവേദനം ചെയ്യാണ്. അപ്പൊ ഈ സംവേദനം ചെയ്യുമ്പോൾ രണ്ടാമത് അതിൽ വരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്, അല്ലെങ്കിൽ കാണികളാണ്, അല്ലെങ്കിൽ ഈ പ്രസംഗം കേൾക്കുന്ന അനുവാചകരായ ആളുകളാണ്. അവര് ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അവര് ഇതിനോട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അവരുടെ ഭാഷ സംസാരിക്കാൻ കഴിയണം. എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്ന ആശയത്തോട് പ്രതികരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഏതൊരു ആശയത്തോടും പ്രതികരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ ആശയങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ അവതരിപ്പിക്കണം. മഹാത്മാഗാന്ധി പ്രസംഗിച്ച് നടന്നത് ജനങ്ങളുടെ രീതിയിലും ജനങ്ങളുടെ വസ്ത്രധാരണത്തിലുമാണ്. സാധാരണ ജനങ്ങളുമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് പ്രസംഗിച്ചത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ ആദ്യം ഈ ഇൻസ്പയറിംഗ് എന്ന് പറയുന്നത് തീപ്പൊരി പോലെ അല്ല, നമ്മൾ പ്രസംഗിക്കുന്ന പോലെ തീപ്പൊരി ഒന്നുമല്ല, ലളിതമായ കാര്യങ്ങൾ പറയുന്ന. പക്ഷെ ആ ലളിതമായ കാര്യങ്ങൾ പറയുമ്പോഴും ആ വാക്കുകൾക്ക് പ്രത്യുത്തരമേകുവാൻ കോടിക്കണക്കിന് ആളുകൾ മുന്നോട്ട് വരുന്നതിന് കാരണം ദ പേഴ്സൺ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, മൈ മെസ്സേജ് ഈസ് മൈ ലൈഫ്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. അപ്പൊ ജീവിതം സന്ദേശമാക്കി മാറ്റി പ്രസംഗിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളെ സ്വാധീനിക്കുവാനും ഭാരതത്തിന്റെ അങ്ങോളമുള്ള ജനങ്ങളെ ഒരുമിച്ച് ചേർത്ത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആനയിക്കുവാനും കഴിഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. നമുക്ക് ആശയങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ വേണ്ടിയുള്ള ഭാഷ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയാകണം.
ആ ഭാഷയിൽ നമ്മൾ സംസാരിക്കണം. ആ ഭാഷ നമുക്ക് ഇപ്പോഴത്തെ വലിയ വലിയ പ്രശ്നം ചെറുപ്പക്കാരുടെ ഭാഷ മനസ്സിലാക്കുന്നതാണ്. സെമിനാരിയിൽ പലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണുകയോ പരിപാടികൾ കാണുകയോ ചെയ്യുമ്പോൾ ബ്രദേഴ്സ് ചിരിക്കും, ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പലപ്പോഴും ചിരിക്കാൻ പറ്റത്തില്ല. കാരണം അതിൽ വരുന്ന ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകും. അപ്പൊ അതൊരു വലിയ വെല്ലുവിളിയാണ്. എങ്ങനെ നമുക്ക് ജനങ്ങളുടെ ഭാഷയ്ക്ക് ഒത്ത രീതിയിൽ ആശയത്തെ സംവേദനം ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. പക്ഷെ ആ വെല്ലുവിളികളെ നമ്മൾ അതിജീവിച്ചുകൊണ്ട്, അതിനാണ് കൂടുതൽ നമ്മൾ ഒരുപക്ഷെ ചെറുപ്പക്കാരായ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ എക്വിപ്പ് ചെയ്ത്, അത് ഏറെക്കുറെ ഒരു വിജയപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണ് ജീസസ് യൂത്തിലെ ആളുകൾ. അപ്പൊ ജീസസ് യൂത്തിലെ ചെറുപ്പക്കാര് ഒരുമിച്ച് വന്ന് അവര് ഈ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി അവരുടേതായ സംഗീതങ്ങളും അവരുടേതായ രീതികളും ഒക്കെ അവലംബിച്ചുകൊണ്ട് അതിനെ അവരെ കൈമാറ്റം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഒരുപക്ഷെ നമ്മളും നമ്മുടേതായ രീതിയിൽ നമ്മുടെ ചെറുപ്പക്കാർക്കും നമ്മുടെ ആളുകൾക്കും വിശ്വാസികൾക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഭാഷ ഈ ഒരു പ്രസംഗ ശൈലിയിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവതരിപ്പിക്കുന്നത് വായ്മൊഴിയായിട്ടാണ്. വാക്കുകളാണ് നമ്മൾ ഭാഷാരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ വാക്കുകൾ എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്രോപ്രിയ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ചേരുന്ന രീതിയിൽ മനോഹരമായ ആശയ രൂപീകരണത്തിനും ആശയ സംവേദത്തിനും പാകമായ വാക്കുകളുടെ ഉപയോഗം. അപ്പൊ ആ വാക്കുകളുടെ ഉപയോഗമാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പരസ്പരം ചേർത്ത് വയ്ക്കുന്ന വാക്കുകള്, ആ വാക്കുകള് പ്രധാനമായിട്ടും ഗ്രാമർ ഉണ്ടായിരിക്കണം, ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഗ്രാമർ ഒന്നും അറിയില്ല. പലപ്പോഴൊക്കെ മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. അവരെഴുതുന്നതോ പറയുന്നതോ ഒക്കെ പലപ്പോഴും ഞാൻ പ്രദേശത്തിന് ചോദിക്കും, ഇത് പാസ്റ്റ് ടെൻസിൽ എഴുതുകയാണോ അതോ പ്രസന്റ് ടെൻസിൽ എഴുതുകയാണോ അതോ ഫ്യൂച്ചർ ടെൻസിലാണ്? അപ്പൊ അവര് അപ്പോൾ വിളിക്കും, എന്താ ഈ പാസ്റ്റ്, എന്താണ് പ്രസന്റ്, എന്താണ് ഫ്യൂച്ചർ? പലപ്പോഴും ഈ കൺസിസ്റ്റൻസി ഓഫ് ദ ടെൻസ് ഇല്ല. പ്രസംഗിക്കുമ്പോഴും നമ്മൾ കാണുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. ഏത് കാലത്ത് ഒരു കൺസിസ്റ്റൻസി ഓഫ് ദ ടെൻസ്, കൺസിസ്റ്റൻസി ഓഫ് ദ വെർബ്, ഇത് പണ്ടൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുള്ള ഗ്രാമറും അതിന്റെ കാലികമായ രീതിയും ഒക്കെ നമ്മൾ അവലംബിച്ചുകൊണ്ട് പ്രസംഗം പറയണം. പക്ഷെ പലപ്പോഴും പറഞ്ഞു വരുമ്പോൾ നീണ്ട പ്രസംഗങ്ങൾ പറയുമ്പോൾ, നീണ്ട വാക്യങ്ങൾ പറയുമ്പോൾ ആദ്യ അന്തം ഒരുമിച്ച് പോകാതെ പൊരുത്തക്കേടുകൾ സംഭവിക്കാറുണ്ട്. അവിടെ പലപ്പോഴും ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാകാറുണ്ട്. ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ നമ്മളെ തന്നെ സ്വീകാര്യത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഈ വാക്കുകളുടെ പദഘടന മനസ്സിലാക്കിയിട്ട് അതിന്റെ രൂപീകരണ പ്രക്രിയ മനസ്സിലാക്കിയിട്ട് അത് യഥാവിധി ബൗദ്ധികമായ ജ്ഞാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എപ്രകാരമാണ് അത് ഭാഷാശാസ്ത്രജ്ഞന്മാർ കൈകാര്യം എന്നതോടൊക്കെ മനസ്സിലാക്കിയിട്ട് പറയാൻ വേണ്ടി കഴിയണം. അപ്പൊ ആ രീതിയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അർത്ഥഫലപ്രദമായിട്ട് കൈമാറാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈചലനങ്ങൾ ആവശ്യമാണ്, ആംഗ്യങ്ങൾ, ആരോഹണ അവരോഹണ ക്രമങ്ങൾ, അതുപോലെ നമ്മുടെ ഭാവവ്യത്യാസങ്ങൾ, ഇതൊക്കെ നമ്മുടെ പ്രസംഗത്തിന് അനിവാര്യമായ കാര്യമാണ്. അതിലൂടെയാണ് ഒരുപക്ഷെ ഒരു നിശബ്ദമായ മൗനം പ്രസംഗത്തിനിടയ്ക്ക് നമ്മൾ വയ്ക്കുമ്പോൾ ആ മൗനം തന്നെ വോളിയങ്ങൾ സംസാരിക്കുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ ചില സമയത്ത് നമ്മൾ വെറുതെ വാക്കുകൾ പറയാതെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ മൗനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വളരെ ഹൃദയഹാരിയായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ട് മാറും, പ്രത്യേകിച്ച് ശോകപൂർവമായ സാഹചര്യങ്ങൾ വരുമ്പോൾ. അപ്പൊ ഇങ്ങനെ നമുക്ക് കാര്യക്ഷമമായ രീതിയിലുള്ള പദപ്രയോഗവും ഗ്രാമർ അനുപാതത്തിലുള്ള വാക്യഘടന പ്രയോഗവും ഒക്കെ നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് മാറാൻ കഴിയുള്ളൂ. അപ്പൊ ഈ 3 ഭാവങ്ങൾ, നമ്മുടെ മുഖഭാവങ്ങൾ, നമ്മുടെ കൈകളുടെ ചലനം, നമ്മുടെ ഭാവവ്യത്യാസങ്ങൾ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നവരാകണം. പലപ്പോഴും നമ്മൾ ചാരിയെന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും മുട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായ ഉച്ചാരണ ശക്തിക്ക് നഷ്ടപ്പെടും. അങ്ങനെയല്ലാതെ നമ്മൾ ആരെയും ഒന്നിനെയും ആശ്രയിക്കാതെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രീതി നമ്മൾ അവലംബിക്കണം. ഇനി ഇതൊക്കെ ഇത് ആകർഷകമാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് കല എന്ന് പറയുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ പ്രസംഗം ഒരുപക്ഷെ ആശയങ്ങൾ വലിയ വ്യത്യാസമില്ലായിരിക്കാം. ഇപ്പം 2000 വർഷങ്ങളായിട്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. പക്ഷെ ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ഭാഷകളും എത്രയോ വൈവിധ്യമാണ്. അതുകൊണ്ടാണ് ഇന്നും ആ സുവിശേഷം ചൈതന്യവത്തായിട്ട് മാറുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ സ്നേഹത്തെ അവതരിപ്പിക്കുവാൻ വേണ്ടി ആളുകൾ കഴിയുന്നു. അത് ആകർഷകമായിട്ട് മാറുന്നത് കാലോചിതമായിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്കും നമ്മുടെ ഭാഷ ആകർഷകമാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു കല ആവശ്യമാണ്. അതാണ് പ്രസംഗം ഒരു കലയായിട്ട് മാറുന്നത്. അപ്പൊ അത് പ്രസംഗം കലയായിട്ട് മാറുന്നത് ശൈലിയിലൂടെ അവലംബിക്കുമ്പോഴാണ്. അതിന് നമ്മുടേതായ ശൈലി നമ്മൾ ബിൽഡപ്പ് ചെയ്യണം, വിവിധ ശൈലികൾ അവലംബിക്കണം. ശൈലിയിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന ശൈലി ജനങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതായിട്ട് മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഇതൊരു കലയാണ്. ഏത് കലയും
നാം സ്വായത്തമാക്കുന്നത് അഭ്യാസത്തിലൂടെയാണ്. നിരന്തര അഭ്യാസി ആണ് ആനയെടുക്കുന്നത്. നമ്മുടെ കുഞ്ഞിന് പറയുന്ന പോലെ അഭ്യാസി അല്ലാത്തവൻ, അഭ്യസിക്കാത്തവൻ ഒരു പേന പോലെ എടുക്കുന്നു. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു പാഠമായിട്ട് മാറും. ഇനി പ്രസംഗം എന്ന് പറയുന്നത് 19 ഞാൻ ഒരു 5 മിനിറ്റുള്ള നിർത്താം. പ്രസംഗം എന്ന് പറയുന്നത് എഴുതി പറയുന്ന വായനയല്ല. മഹാന്മാരും ഇപ്പം രാഷ്ട്രീയ ലീഡേഴ്സും ഒക്കെ അവർ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കോണ്ടസ്റ്റിൽ എഴുതി വായിക്കും. അല്ലെങ്കിൽ മാർപ്പാപ്പയോ അതുപോലുള്ള വലിയ പിതാക്കന്മാരൊക്കെ ഒരുപക്ഷെ ഔപചാരികതയുടെ പേരിൽ എഴുതി വായിക്കുമായിരിക്കും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആളുകള് നമ്മോട് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായ പ്രസംഗമാണ്, സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. അപ്പൊ പറയലായിട്ട് മാറണം, വായന ആകരുത് പ്രസംഗം. അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കാണണം. കഴിയുന്ന നമുക്ക് മാക്സിമം നമുക്ക് പ്രസംഗ കുറിപ്പുകൾ കയ്യിൽ കരുതാം. നമുക്ക് ആശയങ്ങളെ നേരത്തെ മനസ്സിൽ കണ്ട് നമുക്ക് ഒരുങ്ങാം. പക്ഷെ പ്രസംഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ ജനങ്ങളെ അഭിമുഖീകരിക്കണം, സ്വാഭാവികമായ രീതിയിൽ പറയണം, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ മുഖാഭിമുഖം സംസാരിക്കാൻ എനിക്ക് കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എഴുത്തല്ല വായനയല്ല പ്രസംഗം എന്ന് പറയുന്നത്, പറയലാണ്. ഉറപ്പിടിക്കുക. വീണ്ടും ഇതിനൊരു നിശ്ചിത അപ്പം മറ്റൊരു കാര്യം, എന്താണ് ഞാൻ പറയുന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത എനിക്കുണ്ടാകണം. ഒരു 5 മിനിറ്റ് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഈ 5 മിനിറ്റ് ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഇതിലൂടെ ഉണ്ടാകേണ്ടത് എന്താണ് എന്ന് ഞാൻ മുൻകൂട്ടി കാണും. അങ്ങനെ മുൻകൂട്ടി കണ്ടാൽ മാത്രമേ എനിക്ക് അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുള്ളൂ. അപ്പൊ ഒരു പള്ളിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഈ പ്രസംഗത്തിലൂടെ ക്രിസ്തുവിന്റെ ഇന്ന സന്ദേശം കൊടുക്കുവാനും അതിലൂടെ അവരെ ഉദ്ദീപ്തമാക്കുവാൻ കഴിയണമെന്നുള്ളൊരു വിചാരവും ഒരു ബോധ്യം എന്റെ മനസ്സുണ്ടാകണം. അപ്പൊ ക്ലിയർ അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പോകരുത്. അപ്പൊ അതുകൊണ്ട് ക്ലാരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ വേണ്ട ഇതൊരു വായനയല്ല, ഇത് പറയലാണ്. പറയല് അർത്ഥവത്തായിട്ട് മാറണമെങ്കിൽ സ്വാഭാവികത ഉണ്ടാകണം. സ്വാഭാവികതയായിട്ട് ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞു പഠിക്കണം. അപ്പൊ അതിന് നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യമൊക്കെ പറയുമ്പോൾ തെറ്റും, ഒരുപക്ഷെ ആദ്യ പ്രസംഗങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് ആദ്യം കുറെ പ്രസംഗങ്ങൾ എഴുതി തന്നെ വായിച്ച് പഠിക്കണം. ആദ്യം പ്രസംഗങ്ങൾ കുത്തിയിരുന്ന് എഴുതണം. എഴുതി കഴിഞ്ഞിട്ട് പറയുമ്പോൾ അതിന് അല്പം കൂടെ വ്യക്തതയും നമുക്ക് കോൺഫിഡൻസോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാതെ അപ്പം അങ്ങനെ പലതരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്. പലതരത്തിലുള്ള പ്രസംഗങ്ങൾ എന്താണെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എക്സ്റ്റംപററി ആയിട്ട് പറയാൻ കഴിയണമെങ്കിൽ അതിന് നേരത്തെ തന്നെ നമുക്ക് പരിശീലനം ആവശ്യമാണ്. അതുകൊണ്ട് പല രീതിയിൽ നമ്മൾ അഭ്യസിക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് പറയാൻ പറ്റുന്ന ക്ലാരിറ്റി നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. ക്ലാരിറ്റി ഉള്ളത് മാത്രമേ പറയാവൂ. ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ, കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ള കാര്യം ഇതിന് പ്രധാനപ്പെട്ടതാണ്. ഇനി പ്രസംഗം പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉപരി ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ എന്റെ പ്രസംഗം എനിക്ക് വേണ്ടില്ല, എങ്കിൽ അത് മോണോലോഗാണ്. പ്രസംഗം ഈസ് എ ഡയലോഗാണ്. ഡയലോഗ് എന്ന് പറയുന്നത് അവരോന്മുഖമാണ്. അവരനെ നേടുവാൻ വേണ്ടിയാണ്, എന്നെ നേടുവാൻ വേണ്ടിയല്ല. അതെനിക്ക് എന്റെ മുറിയിൽ നിന്ന് വായിച്ച് സ്വന്തമായിട്ട് ജ്ഞാനം നേടാം. പക്ഷെ അതല്ല ലക്ഷ്യമാക്കുന്നത്. അവരുടെ എന്റെ മുമ്പിലിരിക്കുന്ന 10, 50, 100 പേരാകുന്ന ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് എന്നതിനേക്കാൾ ഉപരി ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിന് ഒരു പരിവർത്തനം ഉണ്ടാകണമെന്നുള്ള ആത്യന്തികമായ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ വിശുദ്ധന്മാരുടെ പ്രസംഗം അയച്ചാലും പ്രവാചകന്മാരുടെ പ്രസംഗം കണ്ടാലും അവരൊക്കെ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ സ്വരം കേട്ടുകൊണ്ട് ആ സ്വരത്തിന്റെ പ്രതിധ്വനികളായിട്ടാണ് മാറും. അപ്പൊ ദൈവിക സ്വരത്തിന്റെ പ്രതിധ്വനികളായിട്ട് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ശബ്ദ ഗാംഭീര്യത്തോടു കൂടി നമുക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതില് നമ്മള് പ്രസംഗിക്കുന്ന സമയത്ത് നമുക്ക് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരിലേക്ക് ആശയങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ ബോധ്യങ്ങൾ സൃഷ്ടിക്കണം. ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയണം. അത് ആണ് ക്ലാരിറ്റി വഴി ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് എന്റെ ബോധ്യത്തിലായിരിക്കണം. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ബോധ്യങ്ങൾ ആളുകൾക്ക് ഉണ്ടാകണം. ഇപ്പം പലപ്പോഴൊക്കെ അച്ഛന്മാരുടെ അടുത്ത് പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അച്ഛന്മാർ പലപ്പോഴും പ്രസംഗിക്കാൻ മടി കാണിക്കുന്നു. പലപ്പോഴും അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതിന് അനുയോജ്യമായ വായനകൾ കുറയുന്നതുകൊണ്ടാണ്. അപ്പൊ ഒരാശയം, ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വൈവിധ്യമാർന്ന വായനകളെടുത്ത് വായിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആശയങ്ങളെ നമ്മൾ സ്വരൂപിക്കണം. അപ്പൊ ഇന്ന് നമുക്ക് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ യൂട്യൂബിലൂടെ ആയിരുന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആശയങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അത്രയും പരമാവധി ആശയങ്ങളെ അതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാനും അത് നമ്മൾ സ്വായത്തമാക്കുവാനും അതിലൂടെ പറയാനും നമ്മൾ അതിനെ പഠിപ്പിക്കണം. അത് സ്വയം പരിശീലനമായിട്ട് മാറണം. എങ്കിൽ മാത്രമേ അവരെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എനിക്ക് സ്വന്തം പഠിച്ച് മറ്റവരെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ശൈലിയും താല്പര്യവും കാണിക്കണം. അല്ലാതെ നമ്മൾ ഈസി ഗോയിങ് ആയിട്ട് ചില
വീഡിയോ ക്ലിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള കലാപരിപാടികൾ കണ്ട് മാത്രം നമ്മളെ സമയം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രസംഗം തരാൻ പറ്റത്തില്ല. പ്രസംഗത്തിന് എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം കുത്തിയിരുന്ന് പ്രസംഗം കേട്ടുകൊണ്ട് അതിലുള്ള ഗഹനമായ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞു പഠിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ യൂട്യൂബിൽ ചിലപ്പം 1 മിനിറ്റ് സ്പീച്ച് കാണുമായിരിക്കാം, 5 മിനിറ്റ് സ്പീച്ച് കാണാം, പലതരത്തിലുള്ള പ്രസംഗങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ചിലതൊക്കെ ലാഘവത്തോടു കൂടി പറഞ്ഞു പോകും. അങ്ങനെയുള്ളത് കേൾക്കാതെ വളരെ ഗൗരവമുള്ള പ്രസംഗങ്ങൾ ധാരാളം. അപ്പൊ സമയമെടുത്ത് ആ ഗൗരവമുള്ള പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് എങ്ങനെയാണ് ആശയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിറ്റിക്ക് ചെയ്യുന്നതെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് കടന്നു വരാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഇത് സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ തന്നെ പ്രേരിപ്പിക്കുന്ന ഘടകമായിട്ട് മാറുന്നതോടൊപ്പം ഞാൻ മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുകയാണ്. നിരന്തരം പ്രേരിപ്പിക്കുന്നതാണ്, വ്യക്തിത്വ വികാസത്തിലേക്ക് നയിക്കുന്നതാണ്, ഒരു പ്രൊഫഷണലിസം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതാണ്, അടിസ്ഥാനപരമായിട്ട് സാമൂഹിക സാംസ്കാരിക വിപ്ലവത്തിലേക്ക് നയിക്കുന്നതാണ് പ്രസംഗം. ഇന്നും ഈ കാലഘട്ടത്തിലും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രസംഗത്തിന് ഒരു കുറവുമില്ല. പ്രസംഗത്തിന്റെ മൊഡാലിറ്റി ഒക്കെ മാറിയിരിക്കാം, പക്ഷെ ഇന്നും പ്രസംഗം സാമൂഹിക സാംസ്കാരിക വിപ്ലവത്തിന് കരണീയമായ മാർഗമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും, ലോകത്തിൽ ആകമാനം കാണാൻ കഴിയും. ട്രംപിന്റെ ഒരു വാക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം എന്തുമാത്രം ആളുകളെയാണ് സ്വാധീനിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നോക്കുമ്പോഴും ആ കാലഘട്ടത്തില് പ്രസംഗകര് എപ്പോഴും റെലവന്റ് ആണ്. പ്രസംഗകരിക്കൊരിക്കലും കാലഹരണപ്പെട്ടു പോവുകയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തുമാത്രം പ്രസംഗ ശൈലി കലാരൂപ അതിന്റെ പ്രസംഗ കലയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുമോ അതൊരു അസറ്റാണ്. അതൊരിക്കലും ഒരു പരാജയമായിട്ട് മാറത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സമയമായതുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. ഞാനിന്ന് ഒരു ആമുഖം പറയാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത്. ആമുഖത്തിലൂടെ പറയാൻ വേണ്ടി പരിശ്രമിച്ച എത്രമാത്രം പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒരു മറു സൈഡാണ്, ഒരു കോയിന്റെ രണ്ടാമത്തെ സൈഡാണ്. ഒരു ലീഡറിന് ഉണ്ടായിരിക്കേണ്ട, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു പ്രത്യേകതയാണ് പ്രസംഗം എന്ന് പറയുന്നത്. അതൊരു കലയാണ്, അത് ചുമ്മാ വളരുകയില്ല, അത് ബോധപൂർവം വളർത്തിയാലേ വളരുകയുള്ളൂ. അബോധപൂർവം വളർത്താൻ വേണ്ടി നമ്മൾ മെനക്കെട്ട് സമയം ചെലവഴിച്ച് നമ്മൾ അതിനുള്ള വേദികള് പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മൾ മുന്നോട്ട് വരണം. ഒരിക്കലും 2 കൗള് പറയാൻ പറഞ്ഞാൽ നിശബ്ദരാകരുത്, സംസാരിക്കണം. എവിടെയായിരുന്നാലും, ഏത് മീറ്റിംഗിലും. ഇപ്പൊ BCC അടിസ്ഥാനപരമായ സ്ഥലമാണ്. BCCയിൽ പോയിരുന്നു കൊണ്ട് വചനം വായിച്ചു കഴിയുമ്പോൾ ആ വചനത്തെ ആസ്പദമാക്കി 2 കൗള് സംസാരിക്കുവാൻ മടി കാണിക്കരുത്. അവിടെ ആരംഭിക്കണം നിങ്ങളുടെ പരിശീലനം. അങ്ങനെ കാറ്റഗിസം അധ്യാപകരുടെ യോഗത്തിൽ നമ്മളെല്ലാം പല വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഏതെല്ലാം മേഖലകളിൽ ചെന്നാലും ആ മേഖലകളിൽ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ഓടിയകലരുത്. ബോധപൂർവം അതിലേക്ക് ചാടി വീഴണം. ചാടി വീണാൽ മാത്രമേ നമുക്ക് പ്രസംഗകരാകാൻ കഴിയൂ, ലീഡേഴ്സ് ആകാൻ കഴിയുള്ളൂ. അതാണ് ഒരുപക്ഷെ മുന്നോക്കക്കാരും പിന്നോക്കക്കാരും തമ്മിലുള്ള വ്യത്യാസം. മുന്നോട്ട് വരുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട മുഖലക്ഷണം എന്ന് പറയുന്നത് അവർ ചാടി വീഴും, അവസരങ്ങളെല്ലാം ഉപയോഗിക്കും, അവരൊരിക്കലും മടി കാണിച്ച് പിന്നോട്ട് പോകത്തില്ല. അപ്പൊ സധൈര്യം മുന്നോട്ട് വരുന്നവരായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ഈ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ വരുന്ന 17 ദിവസങ്ങൾ ഇനിയുണ്ട്. 17 ക്ലാസ്സുകളുണ്ട്. ഈ 17 ക്ലാസ്സുകൾ നമ്മൾ പരിശ്രമം നടത്തുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രയാണം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ഈ ഒരു യജ്ഞത്തിൽ നമുക്ക് പങ്കുവരാം. അതിന് സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആരംഭ സെഷൻ അവസാനിപ്പിക്കുന്നു. ജെയ്സൺ, ഓവർ ടു ജെയ്സൺ. വളരെ നന്ദി ഗിരിജ. വളരെ വ്യക്തമായൊരു ദിശാബോധമാണ് ഞങ്ങൾക്ക് നൽകിയത്. ഹൈലി ഇൻസ്പയറിംഗ് വേർഡ്സ്. അടുത്തതായി അനുബന്ധ പ്രഭാഷണങ്ങൾക്കായി നമ്മളുടെ കമ്മ്യൂണിറ്റിയിലും പൊതുരംഗത്തും അവരുടെ തങ്ങളുടേതായിട്ടുള്ള ശബ്ദം പതിപ്പിച്ചിട്ടുള്ള 2 ആദരണീയ വ്യക്തിത്വങ്ങളുടെ സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാം. ആദ്യമായി ഡെപ്യൂട്ടി കളക്ടറായി റിട്ടയർ ചെയ്ത ശ്രീ KV അംബ്രോസിനെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ പിതാവേ, പ്രിയപ്പെട്ട ഗിരികരേച്ച, സമുദായത്തിലെ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന നേതാക്കന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രസംഗം എന്നതൊരു കലയാണ്. പ്രാസംഗികൻ ഒരു കലാകാരനാണ്. നമ്മൾ ജീവിതത്തിൽ എന്നും മാതൃകകളെ തേടാറുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എന്നും മാതൃകകളെ തേടാറുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ അച്ഛനായിരിക്കും എൻ്റെ മാതൃക.
അല്ലെങ്കിൽ അമ്മയായിരിക്കും എൻ്റെ മാതൃക. കുറച്ചുകൂടി മുതിർന്ന് കൂട്ടുകാരാകുമ്പോൾ കൂട്ടുകാരിൽ മാതൃകയുണ്ടാകും. കുറച്ചുകൂടി കഴിയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തേട്ട് പോകുമ്പോൾ അധ്യാപകർ നമ്മുടെ മാതൃകകളായിട്ട് മാറും. പക്ഷെ അവിടെയെല്ലാം നാം ശ്രദ്ധിക്കുന്ന വേറിട്ടൊരു ശബ്ദം ഉണ്ടാവും. ഏതൊരു വിദ്യാലയത്തിലും ഏതൊരു സമൂഹത്തിലും ആ വേറിട്ട ശബ്ദമാണ്. ആ ശബ്ദം പിന്നീട് നേതാവായിട്ട് രൂപപ്പെടുന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. വലിയ സൗന്ദര്യമുള്ള ഒരു പ്രക്രിയ. ആർക്ക് പറയാൻ കഴിയുമോ അയാൾക്ക് നയിക്കാൻ കഴിയും. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പാകിസ്ഥാനിലെ ആ സാധാരണ വിദ്യാലയത്തിൽ പഠിച്ച ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് ലോകം കൈയടിക്കുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മലാല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും വനിതകളുടെ റൈറ്റിനും പബ്ലിക് റൈറ്റിനും വേണ്ടി പ്രസംഗിച്ച ആ യൂസഫ് മലാല എന്ന പെൺകുട്ടി അന്ന് ആ വിദ്യാലയത്തെ മുറ്റത്ത് വെച്ച് പ്രസംഗിച്ചതിന്റെ തുടരായിരുന്നു അവരൊരു നേതാവായിട്ട് രൂപപ്പെട്ടു വരുന്ന ആ പ്രക്രിയ. മാർക്ക് ആന്റണി അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പറ്റി ദീർഘദേശം പറഞ്ഞായിരുന്നു. മാർക്ക് ആന്റണി പറയുന്നത് ജൂലിയസ് സീസറിന്റെ ശവശരീരം സംസ്കരിക്കുന്നതിന് മുന്ന് അദ്ദേഹം നടത്തിയ മനോഹരമായ പ്രസംഗം എന്നല്ല പറയേണ്ടത്, ആവേശോജ്വലമായ പ്രസംഗം. ആ പ്രസംഗം കൊണ്ട് അവസാനം സംഭവിച്ചത് എന്താണ്? ആ രാജ്യത്തിലെ ജനങ്ങൾ ബ്രൂട്ടസിനെതിരെ തിരിഞ്ഞു. ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ മനോഹരമായ പ്രസംഗം മാർട്ടിൻ ലൂതർ പ്രസംഗിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ചെറിയ വാക്കിനു വേണ്ടി കാതോർത്തിരുന്നത്. 2008 ബരാക് ഒബാമ എലക്ഷൻ ജയിച്ചു, പ്രസിഡൻഷ്യൽ എലക്ഷൻ ജയിച്ചു. അദ്ദേഹം അന്ന് നടത്തിയ ഒരു പ്രസംഗമുണ്ട്, ചരിത്രത്തിന്റെ താളുകളിൽ ഇന്നും വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു രാജ്യത്തെ എങ്ങനെ ഒതുക്കി നിർത്തണം, രാജ്യത്തിലെ ജനങ്ങളെ എങ്ങനെ ഒന്നിച്ചു നിർത്തണം എന്ന് പറയുന്ന മനോഹരമായ പ്രസംഗം. പ്രസംഗത്തിന് അതിൻ്റെ ഒരു ശൈലിയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന രൂപപ്പെടുത്തിയെടുക്കാൻ വരുന്ന ചിന്ത എന്നത് ഒരു പ്രസംഗത്തിലൂടെ ഒരു നേതാവ് രൂപീകൃതമാവുന്ന മനോഹരമായ സംഭവത്തെയാണ്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ ജനങ്ങൾ നേതാക്കളെ തിരയുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മളൊരു നേതാവാകണം. നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നാം ഒരു നേതാവാകണം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളൊരു നേതാവാകണം. വാക്കുകൾ അതിൻ്റെ ആത്മവിശ്വാസം നൽകുന്നത് ചെറുതൊന്നുമല്ല. വാക്കുകൾ സൃഷ്ടിക്കുന്ന മായാപ്രപഞ്ചത്തിൽ എത്രയോ ആളുകൾ ഒരു ദിവസം കൊണ്ട് നേതാവായിട്ടുണ്ടെന്നറിയാവോ? ആരാണ് ശരിക്കും നേതാവ്? ഞാൻ കാണുന്ന ആദ്യത്തെ നേതാവ്, ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ച ആദ്യത്തെ നേതാവ് യേശുവാണ്. യേശു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ഒരു നേതൃത്വ പാഠകത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നേതാവ് ആകുക എന്ന് ബോധപൂർവമായ ഒരു ശ്രമം വേണം. അതിനുവേണ്ടി നമ്മൾ പ്രാസംഗികരായേ പറ്റൂ. അല്ലെങ്കിൽ വാക്കുകൾ നിറയുന്ന ഒരു ആത്മവിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് നമുക്ക് ഇല്ലാത്തതാണ്. ഈ തലമുറയ്ക്ക് ഇല്ല എന്ന് എല്ലാവരും പറയുന്നത് അതാണ്. വാക്കുകളില്ല, അവർക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല. എന്തായാലും വാക്കുകൾ പ്രകടിപ്പിച്ച് നാം ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ശക്തമായ ഒരു അടയാളപ്പെടുത്തലായിട്ട് മാറാൻ നമുക്ക് കഴിയണം. ലിലി എന്ന് പറയുന്ന ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. നിപ്പയുടെ കാലത്ത് മരണം കൊണ്ടുപോയ ലിലി. അവര് ഒരു വലിയ നേതാവായിരുന്നു. അവർ എങ്ങനെയാണ് നേതാവായത്? അവരുടെ ജോലി കൊണ്ട്, അവരുടെ പ്രൊഫഷൻ കൊണ്ട്. അവരുടെ ജോലിയെ, ആ പ്രൊഫഷനെ അതിന്റെ 4 കെട്ടിൽ കെട്ടിയിടാൻ അവർ ശ്രമിച്ചില്ല. മരണം കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ടും ഒട്ടും ഭയപ്പെടാതെ അതിനും അപ്പുറത്തേക്ക് വരുന്നു. ട്രാൻസെൻഡ് ദ പ്രൊഫഷൻ, അങ്ങനെ പറയാം. ആ പ്രൊഫഷനെ അതിന്റെ 4 കെട്ടിൽ നിന്ന് അതിജീവിച്ചിട്ട് ലോകത്തിന് ഒരു പ്രത്യാശ നൽകി. എത്ര രോഗം വന്നാലും നമ്മൾ ശുശ്രൂഷിക്കാനുണ്ട് എന്ന ഒരു ബോധ്യം നൽകി അവൾ മരണത്തെ വിളിച്ചു. ഇന്ന് ലോകം മുഴുവനും ആ ലിനി എന്ന് പറഞ്ഞ ചെറിയ പെൺകുട്ടിയെ അറിയുന്നുണ്ട്. അവൾ സ്വന്തം ജോലി കൊണ്ട് നേതാവായതാണ്. നമ്മുടെ അധ്യാപകർ അവരെ വലിയ നേതാക്കളാകേണ്ടവരാണ്. അവരുടെ ജോലി കൊണ്ട് അവർ സൃഷ്ടിച്ചെടുക്കേണ്ടത് മനോഹരമായ ഒരു സമൂഹത്തെയാണ്.
സ്വയം നേതാവാകുകയും മറ്റുള്ളവരെ നേതാവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായ ദിവ്യമായ ഒരു ജോലിയാണ് അധ്യാപനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പുരോഹിതർ അവർ നമ്മുടെ ഇടവക ജനങ്ങളെ നേതാക്കന്മാരാക്കി വളർത്തിവരും. അവരുടെ പ്രസംഗങ്ങളിലൂടെ, അവരുടെ പ്രവർത്തികളിലൂടെ ഒരു വലിയ സമൂഹത്തെ നേതാവായി അവർക്ക് സൃഷ്ടിക്കാൻ കഴിയും. അത് നല്ല ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രസംഗത്തിലൂടെ ആർജിക്കുന്ന ആത്മവിശ്വാസം, ആ വാക്കുകൾ സ്ഫോടനാത്മകമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒരു സമൂഹത്തെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും. ഒരു സമൂഹത്തെ നേതാവാക്കി എടുക്കാൻ പറ്റും. ലോകക്രമത്തിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശബ്ദം ഒരു പ്രസംഗത്തിലൂടെ നേതാവാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. അങ്ങനെ ഒരു ആത്മവിശ്വാസമാണ് ഈ ക്ലാസ്സുകളിൽ നിന്ന് അവസാനം നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടത്. പുതിയൊരു സൃഷ്ടിക്കായി എത്രയോ വർഷങ്ങളായി ഭാരതം ഇന്നും ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് മാറുന്നത് നല്ലൊരു നേതാവ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് തന്നെ ഞാൻ പറയും. നല്ല ഒരു 130 കോടി ജനങ്ങളുടെ 130 കോടി ജനങ്ങളുടെ ഒരു വ്യക്തമായ നേതാവ് എന്ന് പറയാൻ നമുക്കില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളിൽ നിന്ന്, ചെറിയ ചെറിയ അഭ്യാസങ്ങളിൽ നിന്ന് നമ്മൾ സമൂഹത്തെ നയിക്കാൻ പര്യാപ്തമായ നേതാവായിട്ട് വളർന്നു വരണം. അതിന് നമ്മുടെ വിദ്യാഭ്യാസ ക്രമം വേണം, ഇതുപോലുള്ള പരിശീലനങ്ങൾ വേണം. ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വളരെ നല്ല ഒരു അനുബന്ധ പ്രഭാഷണം നടത്തി ഞങ്ങളെ ഇൻസ്പയർ ചെയ്ത റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ അബ്രോസ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ ഫോറൈൻ ലേറ്റി മിനിസ്ട്രി കോർഡിനേറ്ററും തൃപ്പൂണിത്തുറയിലെ ബിസിനസ്മാനുമായ ശ്രീ ജൂലിയൻ ജെയിംസിനെ അനുബന്ധ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. താങ്ക് യു ജയ്സൺ സാർ, താങ്ക് യു. അഭിവന്ദന മുല്ലശ്ശേരി പിതാവേ, പ്രിയ വൈദികരെ, പ്രിയ നേതാക്കന്മാരെ, വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ. സോ ഇതൊരു ഗ്രിഗറീഷൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു 3 മാസത്തെ പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോൾ 107 പേരോളം, നമ്മൾ 500 പേരോളം നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്തു. ഈ 3 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ, അച്ഛന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇടക്ക് വിട്ട് കളഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂറ്റി ലഭിക്കില്ല. നിങ്ങൾക്കറിയാം ഒരു കോഴ്സിന്റെ പ്രത്യേകത, ഒരു കോഴ്സിന് അല്ലെങ്കിൽ ഒരു പരിശീലനത്തിന് എത്ര പൈസ കൊടുക്കണം. ഇവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും ബാക്കിലോട്ട് പോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ഒന്ന്, ഈ ഇലക്ഷൻ അടുത്ത് വരുന്ന ഒരു സമയമാണ്. ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിൽ പ്രസംഗ പരിശീലനം നമ്മൾ നടത്തുന്നത് മാത്രം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്നു. മിനിസ്ട്രികൾ ശക്തമാണ്. 6 മിനിസ്ട്രികൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഓരോ കുടുംബ യൂണിറ്റുകൾ നമുക്കുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ ശക്തമായ, എന്നത്തെക്കാളും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോടൊപ്പം 3 മാസം നിങ്ങൾ വരിക, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യുക, ഒരു സമയം നിങ്ങൾ മാറ്റിവെക്കുക. ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് അംബ്രോസ് സാറ് പറഞ്ഞു, വീട്ടിൽ തന്നെ ഒരു ലീഡർഷിപ്പിന്റെ ആവശ്യമാണ്. അപ്പൊ എല്ലാ രംഗത്തും ലീഡർഷിപ്പ്. പലപ്പോഴും നമ്മൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഇതൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതാണ്, അതെങ്ങനെയെങ്കിലും നടന്നോളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പലതുകൊണ്ട് നമ്മൾ മുൻപന്തിയിലേക്ക് എത്താത്തത്. ഇന്നിപ്പോ നമ്മൾ പല ആനുകാലികമായ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് സാധിക്കും നമ്മൾ എവിടെയൊക്കെ പോകുന്നു. ഇനിയിപ്പോ വ്യക്തിയുടെ വിഷയങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചാൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ലീഡർഷിപ്പിലേക്ക് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ എന്താണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇസ് ദ കപ്പാസിറ്റി ടു ഗൈഡ്, ഇൻസ്പയർ, ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് ഒരു കപ്പാസിറ്റി എടുത്ത് ഗൈഡ് ചെയ്യാൻ പറ്റണം, അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റണം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ. അപ്പോഴേ മാത്രമേ നമ്മൾ ലീഡർഷിപ്പിലേക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ പ്രസംഗ പരിശീലനം. പണ്ടൊക്കെ നമുക്ക് അറിയാമായിരുന്നു, ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് പറയും കണ്ണാടിയിൽ പോയി നോക്കി പ്രസംഗിക്കാൻ. ഇന്നിപ്പോ കാലഘട്ടം മാറി. നിങ്ങൾക്ക് ഇപ്പൊ മൊബൈലുണ്ട്, നിങ്ങൾക്കത് ഒരു സ്റ്റാൻഡിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, അതിന് കറക്ഷൻസ് വരുത്താം,
അതിന് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് ആരുടെയും ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വിജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു ഒരുപാട് ടെക്നോളജി അവൈലബിൾ ആണ്. നമ്മുടെ ടെക്നോളജിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ടെക്നോളജി ഇന്ന് ചീപ്പാണ്. യൂട്യൂബിൽ കയറിയാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ കയറിയാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഇതെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സമയം നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ, നിങ്ങൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നാൽ മാത്രമേ നമുക്കിത് വിജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ വൈകിട്ട് ഈ 1 മണിക്കൂർ നമ്മൾ 24-ാം തീയതി തുടങ്ങുന്ന ക്ലാസ്സുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുത്താൽ മാത്രമേ അതിനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മളൊരു ഒരു ഏതെങ്കിലും ഒരു കോഴ്സിന് അല്ലെങ്കിൽ പോലും 100 രൂപ മുതൽ അങ്ങോട്ട് മേലോട്ട് കൊടുക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, പള്ളികളാണെങ്കിലും ഹോളുകളാണെങ്കിലും അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇപ്പൊ ജയ്സൺ ചേട്ടൻ പേ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. നിങ്ങളെല്ലാം വീട്ടിൽ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്ന ഞാൻ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ എന്റെ ഒരു വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു അവസരം നമുക്കുണ്ട്. നമുക്ക് വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യമാണ്. അതിനെ മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഭാവുകൾ നേർന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു ജൂലിയൻ സർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. അടുത്തതായി നമ്മൾക്ക് Q&A ആണ്. നമുക്ക് കുറേയധികം സംശയങ്ങളുണ്ട്. പല ആളുകളും കൈ പൊക്കിയിട്ടുണ്ട്. അത് ഇപ്പോ ഓരോരുത്തർക്കായി ചോദിക്കാവുന്നതാണ്. രാജു സാർ കൈപൊക്കിയിട്ടുണ്ട്. ഹലോ. പറയൂ സാർ. ഞാന് ഇതിന്റെ നോട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പിന്നെ ഈ പ്രിന്റ് എടുക്കാവുന്ന രീതിയിൽ തന്നെ വരുമോ എന്ന് അറിയാനായിരുന്നു. റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് എല്ലാവർക്കും അവൈലബിൾ ആകാൻ ഒക്കുന്ന രീതിയിൽ പ്രിന്റ് നമുക്ക് വാട്സപ്പിലേക്ക് വന്നാൽ നമുക്ക് പ്രിന്റ് എടുക്കാൻ മാനുവലായിട്ടേ എടുക്കാൻ ഒക്കുന്ന രീതിയിലൊക്കെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ. ഞാൻ രാജു. ഞാനും ഒരു റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്. ഞാൻ പുനലൂരിൽ നിന്നാണ്. ഓക്കെ. ഇനിയും രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ചെയ്യുമോ? കേട്ടില്ല, ക്ലിയർ അല്ല. ഇനിയും രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ഷുവർ. താങ്ക് യു. അല്ല, നമുക്കൊരു കട്ട് ഓഫ് ഡേറ്റ് വെക്കണം. അല്ല പിന്നെ അല്ല, ഈ വെള്ളിയാഴ്ച വരെ നമുക്ക് വെക്കാം. വെള്ളിയാഴ്ച വരെ കുറഞ്ഞാലും നമുക്കുള്ളവര് സ്ഥിരമായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് വരെയും പോവുകയും ചെയ്ത് അതിന്റെ ഒരു കണ്ടന്റ് നഷ്ടം. ഓക്കെ. നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ജസീന്ത എന്നാണ്. നമുക്ക് ക്ലാസ്സുകൾ ഏതൊക്കെ ദിവസങ്ങളാണ്? ആഴ്ചയിൽ ഒരു ദിവസമാണോ അതോ ഡെയിലി ഉണ്ടോ? എങ്ങനെയാണ് ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നത്? ഫ്രൈഡേ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫ്രൈഡേ 7:30 to 8:30 ആണ് ടൈം ഫിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫ്രൈഡേയും. ഓക്കെ, താങ്ക് യു. കാരണം ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് കേട്ടോ. താങ്ക് യു. ഈ സ്പീച്ച് ഇംഗ്ലീഷിൽ കൊടുക്കാനുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സ്പീച്ച് മലയാളത്തിൽ മാത്രം ചെയ്യാനാണോ പഠിപ്പിക്കുന്നത്? ബേസിക്കലി ഇതില് മീഡിയം ഓഫ് ലാംഗ്വേജ് മലയാളം തന്നെ ആയിരിക്കും. പിന്നെ ചില ടെർമിനോളജീസ് ആയിരിക്കും കൂടുതലും ഇതില്. റിട്ടറിക്, പാത്തോസ് അങ്ങനെയുള്ള ടെർമിനോളജീസ് മാത്രമായിരിക്കും കൂടുതലും ഇംഗ്ലീഷിൽ വരിക. ബട്ട് അതർവൈസ് ഇറ്റ് വിൽ ബി മീഡിയം ഓഫ് ലാംഗ്വേജ് വിൽ ബി മലയാളം. ബട്ട് ദ സ്ട്രക്ചർ വൺസ് യു അണ്ടർസ്റ്റാൻഡ് then you can form your own speech in English. നമ്മളെ പിന്നെ മീഡിയം ഇതാണെങ്കിലും ഇപ്പൊ ഒരാൾ പ്രസംഗിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറയുമ്പോൾ
അയാൾക്ക് ഇംഗ്ലീഷ് ആണ് അല്പം കൂടെ ഈസി ആണെങ്കിൽ മേക്ക് ഇൻ ഇംഗ്ലീഷ്, നോ പ്രോബ്ലം, വി കൻ ഇവാലുവേറ്റ് ബേസ്ഡ് അപ്പോൺ ദാറ്റ്. അപ്പൊ നമ്മുടെ മീഡിയം വി അക്സെപ്റ്റ് ദാറ്റ് ജനറൽ ഇംഗ്ലീഷ്, മലയാളം. പക്ഷെ ചില ആൾക്കാർക്ക് ഇപ്പം മദർ ടങ് അതല്ലായിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം ഫെമിലിയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോഡ് ദെയർ സ്പീച്ച് ഇൻ ദ ഇംഗ്ലീഷ്. ഓക്കെ, നമുക്ക് ഫാദർ അഭിലാഷ്, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെത് ഇതിന് ശേഷം നമുക്ക് ഭാവിയിൽ അതിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. Okay, that's a great news. സർ, ഇതൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലാസ്റ്റിൽ തരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സർട്ടിഫിക്കറ്റ് എങ്ങനെ, ഡിപ്ലോമ ആയിട്ടാണോ, അത് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് KLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ബേസിക്കലി സർട്ടിഫിക്കറ്റ് ദാറ്റ് യു പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഓക്കെ, 6 month ആണോ? 6 month കോഴ്സിന്റെ ആണോ? ഫസ്റ്റ് ലെവൽ 3 months ആണ്. ഫസ്റ്റ് 3 months കോഴ്സിന്റെ കിട്ടും അല്ലേ? അതെ. ഓക്കെ സർ, ഓക്കെ. നമ്മൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൂടി ഉണ്ട്. ദയവേദ ആളുകൾ പോകും. നമ്മൾ 118 പേര് ഉണ്ടായിരുന്നു, ഇപ്പൊ 88 കുറഞ്ഞിട്ടുണ്ട്. സ്റ്റേ കുറച്ച് ഇൻസ്ട്രക്ഷൻ കൂടി തരാനുണ്ട്. ലളിത മാം ചോദിക്കാനുണ്ടോ? ഞാനാണ് സാർ ഇപ്പൊ ചോദിച്ചിരുന്നത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം. പിന്നെ നമുക്കിപ്പം ഈ ഓൺലൈൻ മാത്രമല്ലാതെ എന്തെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ഏതെങ്കിലും കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഫുള്ളി ഓൺലൈൻ ആണോ? അല്ലാതെ നമുക്കൊരു ഓഫ്ലൈൻ എങ്ങനെ അല്ലാതെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു ക്ലാസ് കിട്ടുമോ? നമ്മള് ഒരു 3 സെഷനാണ് ഫിസിക്കൽ അല്ലാതെ ഫിസിക്കലായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എൻഡ് ഓഫ് നവംബർ തന്നെ ടുവേഴ്സ് ഡിസംബർ ആൻഡ് ജനുവരി 3 മാസത്തില് ഓരോ മാസം ഒരു ക്ലാസ് എങ്കിലും ഞാനോട് ഗ്യാരണ്ടി ചെയ്യും. കാരണം ഇത് പല കേരളത്തിന്റെ പല ഭാഗങ്ങളുള്ളവരാണ്. അപ്പൊ ഒരു ഭാഗത്ത് സംഘടിപ്പിച്ച് വലിയ കാര്യമല്ല. അപ്പൊ വിൽ സി വയബിലിറ്റി. അങ്ങനെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയാണ്, ഒരു 3 കോൺടാക്ട് ക്ലാസ് ഈ ഫിസിക്കൽ ക്ലാസ്സുകൾ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ പരസ്പരം പരിചയപ്പെടാനും കൂടുതൽ അടുക്കാനും കഴിയും, നമുക്ക് പരസ്പരം മ്യൂച്വലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ വയബിലിറ്റി നമുക്ക് ഗ്രാജുവലായിട്ട് ഫൈൻഡ് ഔട്ട്. പക്ഷേ കോഴ്സ് ഈസ് ബേസിക്കലി ഓൺലൈൻ കോഴ്സ്. ഈ ക്ലാസ്സുകൾ അഡൽട്സിന് മാത്രമാണോ ഇപ്പൊ കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് നമ്മൾ കിട്ടിയിട്ട് താഴെത്തട്ടിലേക്ക് നമ്മൾ കൊടുക്കുവാണ്? അങ്ങനെ എന്താ ജസ്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒള്ളി അഡൽട്സിനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണോ നേതൃത്വ നിരയിലേക്ക്? ഇത് ട്രെയിനേഴ്സ് ട്രെയിനിയാണ്. അതായത് നമ്മളെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് പഠിച്ചിട്ട് ഇവഞ്ച്വലായിട്ട് വി ഹാവ് ടു ഫോം ഗ്രൂപ്പ്സ്. അത് ചെറുപ്പക്കാരായിരിക്കാം, കുട്ടികളായിരിക്കാം, വിവിധ ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ ടാസ്ക് ആണ് അത്. എവഞ്ച്വലായിട്ട് എല്ലാ ലെവലിലേക്ക് എത്തണം നമ്മൾ ആളുകളുടെ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പ്രൈമറി അറ്റംപ്റ്റ് ആണ്. ഇപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലീഡർഷിപ്പിലുള്ളവരാണ്. അതായത് നിങ്ങളുടെ ലീഡർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് ഈ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. Next question. ഗുഡ് ഈവനിങ്. തീരെ അറിയാത്ത ആൾക്കാർക്ക് എന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് പ്രസംഗിക്കാൻ അറിയാത്ത അവർക്ക് അതേ രീതിയിൽ തന്നെയാണോ ക്ലാസ്സുകൾ തരുന്നത്? ഇവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ല. നമ്മള് പ്രിൻസിപ്പിൾസ് അവതരിപ്പിക്കുന്നു. പക്ഷെ രണ്ടാമത്തെ സെഷനിൽ അങ്ങനെയുള്ള കൂടുതൽ സഹായമായിട്ടും. ആദ്യത്തെ 1/2 മണിക്കൂർ 2 സെഷനാണ് നമുക്കുള്ളത് ഓരോ ക്ലാസ്സിലും. 1/2 മണിക്കൂറുള്ള സെഷൻ ഈ പറയുന്ന പ്രിൻസിപ്പിൾസിന്റെയും ചില നിർദ്ദേശങ്ങളുടെ അവതരണമാണ്. രണ്ടാമത്തത് യു വിൽ ബി ഇൻ ദ ഗ്രൂപ്പ്സ്. അതിനെക്കുറിച്ച് ജെസിനെ പറയും. ഒരു ഗ്രൂപ്പിലായിരിക്കും നമ്മൾ 10-15 അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അതിന് ആനിമേറ്റേഴ്സ് ഉണ്ടാവും. അവിടെ ആയിരിക്കാം ഈ ഇനിഷ്യലായിട്ടുള്ള ആൾക്കാർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നത്. പക്ഷെ ആദ്യത്തെ സെഷൻ എല്ലാവർക്കും ഒരുപോലെയായിരിക്കും ഇൻപുട്ട് കിട്ടുന്നത്. രണ്ടാമത്തെ സെഷനിലാണ് കൂടുതൽ വ്യക്തിഗതമായ കോൺസെൻട്രേഷൻ വരുന്നത്. താങ്ക് യു സാർ. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാനും ക്ലാരിഫൈ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ബൈബിളൊക്കെ നന്നായിട്ട് അറിഞ്ഞവർക്കാണോ ഇതിനെ പറ്റുക? നമുക്ക് ബൈബിളിൽ വലിയ ആധികാരികമായ കാര്യങ്ങളൊന്നും അറിയില്ല. കുറച്ച് വചനങ്ങളൊക്കെ അറിയാന്ന് മാത്രമേ ഉള്ളൂ.
ഇത് ബൈബിള് മാത്രമായിട്ട് ബന്ധപ്പെടുത്തിയല്ല, നമ്മളൊരു എല്ലാ ലെവലിലും ലീഡേഴ്സ്, ബൈബിള് പറയുന്നത് ചില സമയത്ത് മാത്രമല്ല, നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ആവശ്യമാണ്. അപ്പൊ അബ്രോസാർ വ്യക്തമായിട്ട് പറയുണ്ടായി, വീട്ടിൽ തന്നെ ലീഡർഷിപ്പ് ആവശ്യമാണ്, BCCയിൽ ആവശ്യമാണ്. അപ്പൊ ബൈബിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി സഹായിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ബൈബിളില് ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നില്ല, നമ്മൾ സെക്യുലർ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസംഗ കലയെ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പൊ അവര് സെക്യുലർ സ്റ്റൈൽ തന്നെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സാർ ഇപ്പോഴും നമുക്ക് ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, അപ്പൊ ഇലക്ഷനിൽ നമ്മുടെ സമുദായത്തിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അറിവുകളോട് കൂടിയിട്ടുള്ള ഒരു പ്രസംഗം, അതിന്റെ ഒരു അവയർനെസ്സും ആ പ്രസംഗ കലയിലൂടെ തരികയാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം നമുക്കിപ്പം രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് വരുന്നില്ല. നമ്മളിപ്പം മോഡൽസിൽ പറഞ്ഞോ. അല്ല, അച്ഛൻ പറയാം. ഞാൻ ഉദ്ദേശിച്ചത് ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മോഡൽസ് ഓഫ് സ്പീച്ച് വരുമ്പോൾ അവസാനത്തെ ഒരു മോഡല് അത് നമുക്ക് അല്പം കൂടെ എക്സ്പാൻഡ് ചെയ്തൊരു പക്ഷേ വ്യത്യസ്തമായ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റുന്ന ചില ഭാഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ആ ഇഷ്യൂസ് എങ്ങനെയാണ് പൊളിറ്റിക്കലായിട്ട് അഡ്രസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പക്ഷേ എക്സ്പെർട്ടായ ആ മേഖല എക്സ്പെർട്ടായ ആരെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സെഷൻ ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് പരിശ്രമിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ജനറലി നമ്മൾ പൊതുവായിട്ടുള്ള ഒരു സെക്യുലർ സിറ്റുവേഷൻ നിന്നുകൊണ്ട് പൊതുവായിട്ടുള്ള പ്രസംഗ കല പഠിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയ രീതിയിലുള്ള ഈ ത്രിതല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കുന്ന ഒരു സെഷൻ ഒരുപക്ഷെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് അവസാനത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമായിരിക്കും. അഭിലാഷ് പറഞ്ഞു. നമ്മളിപ്പം ഇതൊരു തുടക്കം മാത്രമാണ്. ഗ്രഹിച്ച ആദ്യം സൂചിച്ച ഒരു വീട് കെട്ടുന്നത് പോലെ നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് നമ്മൾ പതുക്കെ ചെയ്യുകയാണ്. അപ്പൊ ഇത് ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ട് ഒരു വലിയ പ്രസംഗകനായ രാഷ്ട്രീയ നേതാവായി വളരാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ഗ്രാജുവലി നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു, ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇയാൾ കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു വളർച്ച നമുക്ക് ഗ്രാജുവലി നേടിയെടുക്കാൻ സാധിക്കും. ആ വളർച്ച തീർച്ചയായിട്ടും പൊളിറ്റിക്കലിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റും. അത് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനും ഉപകരിക്കപ്പെടും. താങ്ക് യു. ഫർദർ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകാം. നിർദ്ദേശങ്ങളോട് പോകാം. ഞാൻ ഇപ്പൊ ഒരു മെസ്സേജസിൽ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫോം ഇട്ടിട്ടുണ്ട്. ആ ഫോം വന്നിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഫില്ലപ്പ് ചെയ്യണം, വളരെ അത്യാവശ്യമാണത്. ഈ ഫോമിലുള്ള ഡാറ്റ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡാറ്റാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതില് പേര് ഓപ്പൺ ചെയ്യാം, പേര് അത് മസ്റ്റ് ആയിട്ടും ഇത് ചെയ്യണം. പിന്നെ ഏജ്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഉള്ളവർക്ക് ഓഫ് കോഴ്സ് ഇത് ചെയ്യണമെങ്കിൽ ഇമെയിൽ ID ഇല്ലാണ്ട് പറ്റില്ല. ഈ ഫോം ഫില്ലപ്പ് ചെയ്യണമെങ്കിൽ ഇമെയിൽ ID വേണം. ദെൻ ഡിസ്ട്രിക്ട് എന്താണ്, ഡയോസിസ്, പാരിഷ് നെയിം ആൻഡ് പ്ലേസ്, ഇത്രയും സാധനമാണ് നമുക്ക് ഫില്ലപ്പ് ചെയ്യേണ്ടത്. പറ്റുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ഫില്ലപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരം. നമ്മൾക്ക് വി നീഡ് ദിസ് ഡാറ്റ. ഈ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളുടെ സെഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പല ഗ്രൂപ്പുകളിലായിട്ട് നിങ്ങൾ മാറ്റിയതിന് ശേഷം അവിടെ വന്നിട്ട് അസൈൻമെന്റ്സ് തരും. ഈ അസൈൻമെന്റ്സ് വന്നിട്ട് നമ്മൾ അത് പ്രതിവാര ടാസ്കുകളായിട്ടായിരിക്കും തരുന്നത്. ഓരോ ആഴ്ചയിലും വോയിസ് നോട്ട് ആയിട്ടും ദെൻ ടെക്സ്റ്റ് നോട്ട്സ് ആയിട്ടും സമയപരിധിക്കുള്ളിൽ തന്നെ പ്രത്യേകം പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കണം. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ആ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി ഇത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ ദയവ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ പാർട്ടിസിപ്പേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അവരുടെ ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടായിരിക്കാം ഇനിയുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ വേണം. കാരണം നമ്മൾ വന്നിട്ട് കേൾവിക്കാരാവാനായിട്ടല്ല വന്നിരിക്കുന്നത്, നമ്മളെല്ലാവരും സംസാരിക്കാൻ വേണ്ടിയുള്ള ആളുകളാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്ലാസ്സുകളിൽ ഹാജർ നിർബന്ധമാക്കി നിങ്ങൾ തന്നെ തയ്യാറെടുക്കണം. കാരണം ഇത് വന്നിട്ട് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ പ്രസംഗ കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഇറ്റ്സ് മോർ ദാൻ 10,000 rupees സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കൊക്കെ ആ ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾക്ക് ഒരു വേൾഡ് ക്ലാസ് ഫാക്കൽറ്റീസ് ആണ് നമ്മൾക്ക് ഇവിടെ വന്നിട്ട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. ഇനിയും ഫ്രൈഡേക്കുള്ളിൽ വന്നിട്ട് കൂടുതൽ നിങ്ങളിപ്പോ നമ്മൾ 510 പേരുണ്ടെങ്കിലും 118 പേരാണെന്ന് ജോയിൻ ചെയ്തത്.
അപ്പൊ കൂടുതൽ ആളുകൾ നമ്മൾക്ക് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാത്ത നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെ അടുത്ത് അവർക്ക് പറയുക ഇതിന്റെ കോഴ്സിന്റെ ഇപ്പൊ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ കൂടുതൽ ആളുകൾ നമ്മൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ പങ്ക്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് വെള്ളിയാഴ്ചകളിൽ 7:30 എന്ന് പറഞ്ഞാൽ 7:30 നമ്മൾ ഷാർപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കും, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. പിന്നെ ടെക്നിക്കൽ ഡെക്കോറം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പാലിക്കണം. അതായത് ബേസിക്കലി ഗൂഗിൾ മീറ്റ് നടക്കുമ്പോഴേക്കും ദയവേത് മൈക്ക് മ്യൂട്ട് ചെയ്ത് തന്നെ വെച്ചിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും സൗണ്ട് വന്നിട്ട്. പല ആളുകളും ഇപ്പൊ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വന്നിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ലീവ് ചെയ്തിട്ട്. കാരണം അത് വേറെ ആരുടെയൊക്കെ ഓണായിട്ട് ഇരുന്നുകൊണ്ടായിരിക്കാം. അപ്പൊ അത് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ആവശ്യമുള്ള നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള സമയത്ത് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പിന്നെ ഭാഷയുടെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. ഇത്രയുമാണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലുള്ളത്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണ്. അപ്പോൾ സർട്ടിഫിക്കേഷൻ വിൽ ബി ഗിവൺ ബൈ ദ എൻഡ് ഓഫ് 3rd month. ലെറ്റ്സ് സീ, നമുക്കതൊരു ഓഫ്ലൈൻ മീറ്റിംഗ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഓഫ്ലൈൻ വെച്ച് നമുക്ക് അത് ചെയ്യാം. പിന്നെ അത് നല്ല വോയിസ് നോട്ടുകൾ അയക്കുന്ന ആൾക്കും വീഡിയോസ് പ്രസന്റേഷൻ അയക്കുന്ന ആളുകൾക്കും ഒക്കെ പ്രത്യേകം അതിന് വേണ്ട സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ടായിരുന്നതായിരുന്നു. ഇത്രയുമാണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും ലിങ്ക് ഇട്ടിട്ടുണ്ട് സാറേ? ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഞാൻ മറ്റേ മെസ്സേജസിൽ ഇട്ടിട്ടുണ്ട്, ഇൻകോൾ മെസ്സേജസിൽ. ഇപ്പൊ രജിസ്റ്റർ ചെയ്യാനുള്ള ആ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അതില്ലെങ്കിൽ ആ ഗ്രൂപ്പുകളിലേക്ക് ഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് ദയവ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് അയക്കുന്നത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് ഇതിലിപ്പോ ഇട്ടിട്ടുണ്ട്, ഇപ്പൊ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ അച്ഛൻ പറയുണ്ടായി ഒരു പ്രസംഗം എഴുതി അത് കാണാതെ പഠിച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ആരുടെങ്കിലും ഒരു പ്രസംഗത്തിന്റെ ഒരു ഇത് പറഞ്ഞു തരാമോ? ഇപ്പോഴും ചെയ്യാൻ വേണ്ടിയാണോ അതോ ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് 3-4 പ്രസംഗം അമ്പ്രോ സാറ് ഞാനും കുറെ പ്രസംഗങ്ങൾ പറയുണ്ടായി. ഇത് കൂടാതെ ഇപ്പൊ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെക്കുലർ സ്പീച്ചിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഒരു സുകുമാർ അഴീക്കോട് സാറിൻ്റെത്, ഒരു CM സ്റ്റീഫൻ, ഇങ്ങനെ കുറച്ച് പേരുടെ ഒക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ ഫേമസ് സ്പീച്ചസ് മലയാളം അടിച്ചാൽ കുറെ സ്പീച്ചൊക്കെ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ അതിന് ചുമ്മാ ഒരു പ്രസംഗം ഉണ്ടാക്കിയിട്ട് അത് ഇടുക. കാരണം അടുത്ത ആഴ്ച മുതൽ അതാണ് ചെയ്യാൻ പോകുന്നത്. യു ആർ മേക്കിംഗ് യുവർ സ്പീച്ച്, അത് അപ്ലോഡ് ചെയ്യപ്പെടുന്നു, അതിന്റെ വെളിച്ചത്തിൽ വാല്യുവേറ്റ് ചെയ്യപ്പെടുന്നു, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നു. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് സെക്കൻഡ് ശ്രദ്ധിക്കുന്നത്. അതായത് യു ഹാവ് ടു മേക്ക് യുവർ സ്പീച്ച്. നിങ്ങളുടെ സ്പീച്ചിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, നിങ്ങളെ മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഒത്തിരിയധികം ഇന്റർനെറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ജമ്മ അടിച്ചാൽ കിട്ടും സ്പീച്ച്. അതിൽ ഏതെങ്കിലും നിങ്ങൾ കാണാൻ പഠിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ് ഇനഫ്. യൂട്യൂബിൽ അവൈലബിൾ ആണ്, അതിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓക്കെ താങ്ക് യു. മറ്റു ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡിംഗിലേക്ക് പോകാം. ഗ്രൂപ്പില് വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ലിങ്ക് ഇട്ടേക്കാം. ഗൂഗിൾ ഫോം. അതുകൂടാതെ വേറെ കാര്യം, എനിക്ക് ഈ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമുക്കൊരു ഡിസ്റ്റർബൻസും തോന്നിയില്ല. മെസ്സേജ് കണ്ട് ഗ്രൂപ്പില്, പക്ഷെ ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തോ? മൈക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് അൺമ്യൂട്ട് ആയിട്ടുണ്ട്, അല്ലാതെ വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതെ താങ്ക് യു. ക്ലിയർ ആയിരുന്നു. മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് TV ഓൺ ചെയ്ത് വെച്ചേക്കുന്നു തോന്നുന്നു. അതാണ്. ഓക്കെ. അഖിൽ എന്തോ സംസാരിക്കാൻ വന്നു തോന്നുന്നു. അഖിൽ ഫ്രാൻസിസ് സാർ, ഇപ്പോ സാർ ഷെയർ ചെയ്ത ലിങ്ക് അത് രജിസ്ട്രേഷൻ പ്രൊസീജിയർ അല്ലേ? അതെ, രജിസ്ട്രേഷൻ പ്രൊസീജിയർ അത് മസ്റ്റ് ആണ് തീർച്ചയായിട്ടും. കൂടാതെ വേറെ ഈ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്നതിന് വേറെ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഭാഗമായിട്ട് വേറെ പ്രൊസീജിയർ ഒന്നും ഇല്ലല്ലോ ഇനി? ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഈ രജിസ്ട്രേഷൻ ഫോം മാത്രം ഫില്ല് ചെയ്താൽ മതി. ഗൂഗിൾ ഫോം ആണ്, അത് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്സ്. ഓക്കെ, മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. കൃതജ്ഞത പ്രകാശനത്തിനായി ശ്രീ തോമസ് സ്റ്റീഫൻ സാറിനെ, അദ്ദേഹം അസോസിയേറ്റ് സെക്രട്ടറിയാണ് KLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ, സാറിനെ ക്ഷണിക്കുന്നു. പിതാവ് KLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ, എക്സിക്യൂട്ടീവ് സെക്രട്ടറി അഭിലാഷ് കിറുകരിച്ച, നമുക്ക് റിസോഴ്സ് പേഴ്സൺ ആയിരുന്ന ഈ പ്രവർത്തനത്തിന്റെ കോർഡിനേറ്ററായി വർദ്ധിക്കുന്ന
ഗ്രിഗറി ആർബിയച്ച, എഡ്യൂക്കേഷൻ കമ്മീഷന്റെ മറ്റൊരു അസോസിയേറ്റ് സെക്രട്ടറിയായ ഇതിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ജെയ്സൺ ആലപ്പുള്ളി സാർ, പ്രിയമുള്ളവരെ, നല്ല ഒരു ചുവടുവയ്പ്പിന് KLCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിനാൽ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. വാസ്തവത്തിൽ രാവിലെ ഒരു 11 മണിക്ക് ഞാൻ ജെയ്സൺ സാറിനെ വിളിച്ചു. അതായത് നമുക്ക് 500ഓളം പേരുണ്ടല്ലോ നമ്മളുടെ എടുത്തിരിക്കുന്ന ഗൂഗിൾ മീറ്റ്, അത് ഇതിന് പോരുമോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചു. സാർ പറഞ്ഞു 300 പേർക്കുള്ളത് നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്, അതിനകത്തൊക്കെയുള്ള ആളിൽ എത്താൻ സാധ്യതയുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോ എണ്ണം നമുക്ക് 150 താഴെ ആയിപ്പോയി. ധാരാളം പേര് ആവേശക്കുറിയിലേക്ക് വന്നു. പക്ഷെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ എന്നറിയില്ല. പക്ഷെ എന്നാൽ പോലും നല്ല ഒരു തുടക്കമായിട്ടുണ്ട്. അഭിനന്ദ പിതാവ് അനുഗ്രഹിച്ച് അച്ഛൻ വഹിച്ച് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചു. നല്ല ഒരു ഇൻട്രോഡക്ടറി ക്ലാസ് ഗ്രിഗറി ആൽബിയച്ചൻ നൽകി. നല്ല പാർട്ടിസിപ്പേഷൻ, നല്ല ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടായി. അപ്പം ഈ സമയത്ത് ഇത്തരം ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ട് അംഗീകാരം നൽകി ഒപ്പം ഒന്ന് ആരംഭം കുറിച്ച KLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ പോൾ മുല്ലശ്ശേരി പിതാവിന് എവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായ നന്ദി ഞാൻ ആദ്യം അർപ്പിക്കുന്നു. ഇതിന്റെ തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന രീതിയിൽ ഈ പ്രോഗ്രാമിന്റെ നടത്തിപ്പുകാരൻ ഉള്ള അഭിലാഷ് ഗ്രിഗറി അച്ഛനാണ് നമ്മളെല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഒപ്പം ഈ കാര്യങ്ങളിൽ കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്നു. അഭിലാഷ് ഗ്രിഗറി അച്ഛനും ഏറ്റവും കൃത്യമായി നന്ദി അർപ്പിക്കുന്നു. ഇതിന്റെ മൊത്തത്തിൽ നമ്മളെ ഈ പ്രസംഗം കാര്യങ്ങൾ നയിക്കുന്നത് ഇതിന്റെ ഡീൻ ഓഫ് ദിസ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത് ഗ്രിഗറി RB അച്ഛനാണ്. വളരെ സജീവമായി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ BCC പ്രവർത്തനങ്ങളിലൂടെയാണ് അച്ഛനെ കേരളത്തിലെ കത്തോലിക്ക സമൂഹം പരിചയപ്പെട്ടതെങ്കിൽ എഡ്യൂക്കേഷൻ കമ്മീഷനിലൂടെ നല്ല ഒരു ഈ സമുദായത്തിന്റെ നേതൃത്വം വികസിപ്പിക്കുന്നതിനാവശ്യമായ ആശയവിനിമയ കാര്യങ്ങളിൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് അച്ഛന്റെ സേവനം നമുക്ക് ലഭിക്കുന്നു. ഇന്നും തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛന് ഏറ്റവും കൃത്യമായ നന്ദി KLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ പേരിൽ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. ഒപ്പം ജെയ്സൺ ആലപ്പുള്ളി സാറ് വാസ്തവത്തിൽ നമുക്ക് എല്ലാവർക്കും അത് അനുഭവപ്പെട്ട് കഴിഞ്ഞാണ്. വളരെ ഡയനാമിക് ആയിട്ട് ഈ പ്രവർത്തനം ഇതൊരു നല്ല സ്വപ്നം പോലെ, ആഗ്രഹം പോലെ തീക്ഷ്ണതയോടുകൂടി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് നല്ല ആനിമേഷൻ ടീം ഉണ്ടാക്കി ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഒരു മുഖ്യ ചുമതല വഹിക്കുന്നു. ഒത്തിരി സമയം സാർ അതിനുവേണ്ടി കണ്ടെത്തുന്നു. ഇന്നും നമ്മളൊപ്പം ഉണ്ടായിരുന്നു. സാറിന് ഈ അവസരത്തില് നമ്മുടെ എവരുടെയും പേരിലൂടെ ധാരാളം വിദഗ്ധരായ ആൾക്കാർ, ആനിമേറ്റേഴ്സ് എന്ന രീതിയിലും പാർട്ടിസിപ്പൻസ് എന്ന രീതിയിലും ഒക്കെ ഈ ഗ്രൂപ്പിന്റെ പങ്കാളികളാകുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പരസ്പരം നമ്മൾ പഠിപ്പിക്കുന്നവരും നമ്മൾ ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങൾ പോലും മറ്റുള്ളവർക്ക് നല്ല പാഠങ്ങളായി മാറുന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ കൊടുത്തും സ്വീകരിച്ചുമൊക്കെ നാളത്തെ യതീം സമുദായത്തിന്റെ മുന്നണി പോരാളികളാകുന്ന നേതൃത്വത്തിന്റെ നല്ല മാതൃകകളും നല്ല വ്യക്തിത്വങ്ങളും ഒക്കെ രൂപപ്പെടുവാൻ ഇടയായി തീരണം. അത്തരം ഒരു ആവേശം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ കോഴ്സിലേക്ക് കടന്നു വന്ന് ചേർന്ന് സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും KLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ പേരിലുള്ള ഏറ്റവും കൃത്യമായ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ സാർ. നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഒരു സ്വപ്നത്തിൽ സാക്ഷാത്കാരത്തിനാണ്. ഇന്ന് നമ്മൾ കേട്ട വാക്കുകളും ലഭിച്ച അനുഗ്രഹവും നമുക്ക് ശക്തി പകരട്ടെ. KLCBC ലീഡർഷിപ്പ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാമിന്റെ യാത്രയ്ക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പറയാനുണ്ടോ? പിതാവിന്റെ ആശീർവാദത്തോടു കൂടി നമുക്ക് ഒന്ന് ബ്ലസ് ചെയ്യാം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. Thank you. 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 Good night. Thank you. Thank you.